ഗുരുകുലം കുടുംബയോഗത്തിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സ്വരുമ പാലിയേറ്റീവ് കെയർ കോട്ടയം കഞ്ഞിക്കുഴി ഓഫീസിലെ ഒരു കോർഡിനേറ്ററാണ്. എൻ്റെ പേര് ദീപു ജോസ്. ഞാനവിടുത്തെ ഒരു കോർഡിനേറ്ററാണ്. അതായത് സ്വരുമ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നമ്മളൊരു ക്രോഡീകരിക്കുക, ആവശ്യമായ സഹകരണങ്ങൾ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ദൗത്യങ്ങളാണിത്. പിന്നെ ഇടയ്ക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെയൊക്കെ പോയി കാണുക, നമുക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയ ഡ്യൂട്ടികൾ. അപ്പോൾ നമ്മുടെ സ്വരുമ പാലിയേറ്റീവ് പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ അതിനെക്കുറിച്ച് പറയാം. സ്വരുമ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും കിടപ്പ് രോഗികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് വീട്ടിൽ വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അല്ലേ, നമുക്ക് ചുറ്റും കാണാമല്ലേ. പ്രായമായവരും അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഈ പക്ഷാഘാത സ്ട്രോക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഈ വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വേറെ മറ്റു അസുഖങ്ങളായിട്ട് വൃക്ക തകരാറ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്താണ് പറയുന്നത് ഹൃദ്രോഗമായിട്ട് അങ്ങനെ ഡയാലിസിസ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഈ ആൾക്കാരെ വീട്ടിൽ ചെന്ന് കാണുന്നു. അവർക്ക് ആവശ്യമായ നേഴ്സിംഗ് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കിടപ്പ് രോഗികൾക്ക് എന്തായിരിക്കും പ്രധാനമായിട്ട് ആവശ്യം? നമ്മൾ അവർക്ക് പ്രധാനമായിട്ടും അവർക്ക് നമ്മുടെ പോലെ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് സാധിക്കുമോ കിടപ്പ് രോഗികൾക്ക്? അപ്പോൾ അവർക്ക് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറിന് ഇടുന്ന ട്യൂബിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, യൂറിൻ ട്യൂബുകൾ. പിന്നെ ചില തീരെ കിടപ്പായുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ റൈസ് ട്യൂബ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റൈസ് ട്യൂബ് ഇടും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ട്യൂബുകൾ, ആ റൈസ് ട്യൂബ് മറ്റും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഇവിടുത്തെ നഴ്സുമാർ വന്നിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആരോരും ഇല്ലാതിരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചമാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ പോയി കണ്ട് അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് ഒരു മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് അവരോട് ഒന്നായിരുന്നിട്ട് കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നോക്കി ആക്കിയിട്ടൊക്കെ തിരിച്ചു പോകുന്നതൊക്കെയാണ് ഞങ്ങളുടെ കടമകൾ. നമുക്ക് നമ്മുടെ യൂണിറ്റിൽ പ്രധാനമായിട്ടും 2 നഴ്സുമാരുണ്ട്. 2 നഴ്സുമാരെന്നുള്ള പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യൂണിറ്റിൽ 2 യൂണിറ്റുകളുണ്ട്. കോട്ടയം സ്വരുമ പാലിയേറ്റീവ് കെയറിൻ്റെ താഴെ ഒന്ന് നമ്മുടെ ഈ മണർകാട് ആ ഭാഗത്തേക്ക്, നമ്മുടെ KK റോഡ് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു യൂണിറ്റും, പിന്നെ നമ്മുടെ ഈ MC റോഡ് ഈ ഭാഗത്തേക്ക് വരുന്ന തിരുവാർപ്പ് ഈ ഒരു ഏരിയയിലേക്കെല്ലാം വരുന്ന വേറൊരു യൂണിറ്റും. അതിൽ ഓരോ യൂണിറ്റിലും ഒരു ഡ്രൈവറും ഒരു നഴ്സും വെച്ചുണ്ട്. ഒരു യൂണിറ്റിൽ പോകുന്നത് നമ്മളൊരു എക്സ്ട്രാ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു യൂണിറ്റിൽ നമ്മുടെ തന്നെ വണ്ടിയും എന്നെപ്പോലെ വേറൊരു മനോജ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അദ്ദേഹവും നഴ്സുമാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പോയിട്ട് നമ്മളിപ്പോൾ കോട്ടയത്ത് നമ്മളെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. 6 മാസത്തിനുള്ള നമുക്ക് ഏകദേശം 461ഓളം പേഷ്യന്റിനെ നമ്മൾ ഈ ഒരു സ്വരുമ പാലിയേറ്റീവ് കെയറിന്റെ സേവനങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ പേഷ്യന്റിന്റെ അടുത്ത് എല്ലാ മാസവും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 3 മാസം കൂടുമ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ എപ്പോഴും ചെന്നില്ലെങ്കിൽ ആവശ്യമില്ലായിരിക്കും. അതായത് അവർക്ക് ഓൾറെഡി അവർ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ടെലിമെഡിസിൻ, അതായത് നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് അവരൊക്കെ ആണോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവിടെ നമുക്ക് റെക്കോർഡുണ്ട്. നമ്മളിങ്ങനെ ഒരു നഴ്സുമാരെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലേ, നഴ്സുമാരിങ്ങനെ കുത്തിക്കുറിക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, കേസ് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു കേസ് ഷീറ്റ് ഉണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ തവണയും പോയി ചെയ്യുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. നമ്മളിപ്പോൾ പോയിട്ട് ചിലപ്പോൾ ട്യൂബ് മാറിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എഴുതും. അപ്പം അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടെങ്കിൽ, മരുന്നിൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നമ്മൾ നോട്ട് ചെയ്തിട്ട് ഒന്ന് നമ്മളത് വീട്ടുകാരെ അറിയിക്കും. പിന്നെ തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വീടുകളാണെങ്കിൽ നമ്മൾ 2000 രൂപ വരെയുള്ള മരുന്നുകൾ നമ്മുടെ സ്വരുമ പാലിയേറ്റീവ് നമ്മുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ അവർക്ക് നമ്മൾ മേടിച്ച് നൽകും, അല്ലെങ്കിൽ ആ പൈസ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ആ മരുന്ന് മേടിക്കാം. നമ്മളൊരു 3 മാസത്തേനുള്ള കണക്കിനാണ് നമ്മളിങ്ങനെ ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും വേറൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രായമായ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആൾക്കാർക്കും പല ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. വീൽ ചെയർ ആകട്ടെ, അല്ലെങ്കിൽ ചിലർക്ക് സർജിക്കൽ കോട്ടെന്ന്, അതായത് നമുക്കിപ്പോൾ തളർന്നു കിടക്കുന്നവർ ഇപ്പം അവരെ നമുക്കിപ്പോൾ എപ്പോഴും അവരെ നമ്മൾ ഉയർത്തി ഒന്ന് പൊക്കി തലവണ്ണ വെച്ച് കയർത്താനോ അങ്ങനെയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിനുവേണ്ടി സർജിക്കൽ കോട്ട് നിങ്ങൾ കണ്ടിട്ട് കാണും. നമ്മൾ താഴെ ഇങ്ങനെ ഒരു ലിവർ വലിച്ചിട്ട് ഒരു കട്ടിൽ ഇങ്ങനെ പൊങ്ങി നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ഹൈറ്റ്, അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ ഒന്ന് തുടയ്ക്കാനും ഒക്കെ നമ്മൾ ഒരു ആവശ്യാനുസരണം ഹൈറ്റ് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സർജിക്കൽ കോട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർക്ക്, ചിലർക്ക് ശ്വാസമുട്ടലുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതായത് നമ്മൾ മറ്റേ മിനി ബൈപ്പാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ മിഷൻ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സേവനം നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വോക്കറുകൾ, അതായത് കാലൊക്കെ ഒടിഞ്ഞിങ്ങനെ വയ്യാതെ ആരിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വോക്കറുകളിൽ നമ്മൾ നടത്താനുള്ള വോക്കറിന്റെ സേവനം നമ്മൾ അവിടുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റേ ചെറിയ നമ്മുടെ ഈ നടക്കുന്ന വടികൾ
വടി അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പാമ്പേഴ്സ്, അതായത് ചിലർക്കൊന്നും നമ്മുടെ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ ഡയപ്പറും കാര്യങ്ങളൊന്നും മേടിക്കാൻ അവർക്ക് സാമ്പത്തികമായിട്ട് കാര്യം കാണത്തില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ ഡയപ്പറും കാര്യങ്ങളും എല്ലാം നമുക്കത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, സൊരുമ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 461ഓളം പേഷ്യൻസിന് നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഇനിയും ഒരുപാട് പേഷ്യൻസ് നമ്മൾ എത്തിച്ചേരാൻ ഒരുപാട് പേഷ്യൻസ് ഇനിയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സുധിച്ചേട്ടനൊക്കെ ഒരുപാട് പേഷ്യൻസിനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ആരും അറിയാതെ, അതായത് ഗവൺമെന്റിന്റെ പാലിയേറ്റീവ് കെയർ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ. ഇപ്പോൾ നാട്ടകം PHC നിന്നും അവരുടെ പാലിയേറ്റീവ് സൗജന്യമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സൗജന്യമാണ്, നാട്ടകം PHCയിലെ പാലിയേറ്റീവ് കെയർ സൗജന്യമാണ്. പക്ഷേ അവർക്ക് ഗവൺമെന്റിന് ഒരു നിശ്ചിത ദിവസത്തിൽ നിശ്ചിത ആൾക്കാരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും അവർക്ക് കാണാൻ പറ്റത്തില്ലാത്ത പേഷ്യൻസിനെയും കൂടെ നമ്മൾ പോയി കണ്ട് അവർക്ക് വേണ്ട സേവനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യാറ്, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊരുമ പാലിയേറ്റീവ് കെയറിന്റെ കോട്ടയത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ വേണ്ട സാമ്പത്തിക സഹായം കാര്യങ്ങളെല്ലാം തരും. നമ്മളുടെ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. സൊരുമ ബ്രാഞ്ചുകൾ കാഞ്ഞിരപ്പള്ളിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. മറ്റു ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് കഞ്ഞിക്കുഴിയിലുണ്ട്, നമ്മുടെ ഈ കോട്ടയത്തെ കഞ്ഞിക്കുഴി, കുറവിലങ്ങാട് ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ മണിമല എന്നൊരു സ്ഥലം കിട്ടുന്നുണ്ടോ, മണിമല വെള്ളാവൂര്, ആ പഞ്ചായത്തുകളിലുണ്ട്. പിന്നെ നെടുങ്കണ്ടം നമ്മൾ ഇടുക്കി ഹൈ റേഞ്ച് അങ്ങോട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഒരു 5-6 യൂണിറ്റുകളോളം ഈ കാഞ്ഞിരപ്പള്ളി അല്ലാതെ നമ്മുടെ സൊരുമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാ യൂണിറ്റിലും ഈ പ്രവർത്തനങ്ങൾ തന്നെ. നഴ്സിംഗ് ഹോം കെയറും പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും കൊടുക്കാറുണ്ട്. ഈ തളർന്നൊക്കെ കിടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാർ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവർക്കൊരു നടക്കാനോ അല്ലെങ്കിൽ അവരുടെ കൈയുടെ ഒരു സ്വാധീനം തിരിച്ചെടുക്കാനോ വേണ്ടി നമ്മൾ ഫിസിയോതെറാപ്പികൾ ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ല നമ്മൾ ഫിസിയോതെറാപ്പികൾ ചെയ്യുന്ന ഹോസ്പിറ്റലിലും മറ്റും കാര്യങ്ങളായിട്ട് അവർ ചെയ്യാറുണ്ട്. അവർ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ വീടുകളിൽ പോയി നമ്മൾ സേവനം കൊടുക്കാറുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒന്ന് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ ഇവിടെ വരുന്ന ആ വ്യക്തി ആഴ്ചയിൽ ഒന്നാണ് നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ചെന്നിട്ട് ആ പേഷ്യന്റിനെ ആദ്യം ഈ ഫിസിയോതെറാപ്പി ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ കൈക്കാണോ കാലിനാണോ എവിടെയാണോ ആവശ്യമുള്ളത് അത് നമ്മൾ ചെയ്ത് ആ വീട്ടുകാരെയും കൂടെ കാണിച്ചു കൊടുക്കും. അതിന്റെ കാര്യം എന്തായിരിക്കും? കാരണം നമുക്ക് എല്ലാ ആഴ്ചയും അവരുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല. കാരണം ഈ 461ഓളം പേഷ്യന്റിൽ 10-200ഓളം പേഷ്യൻസിന് ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുള്ളവരായിരിക്കും. അപ്പൊ ഈ 200ഓളം പേഷ്യൻസിന്റെ അടുത്ത് ഈ ഒറ്റ ദിവസം കൊണ്ട്, ഈ വെള്ളിയാഴ്ച മാത്രമേ ഇവർക്ക് ഫിസിയോതെറാപ്പി സർവീസ് നമുക്കുള്ളൂ. ആ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ എല്ലാ അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള മറ്റാളുകൾ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന എപ്പോഴും ഇപ്പോൾ ഒരു ഭർത്താവാണ് കിടപ്പിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യനെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. കൈക്കുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള എക്സസൈസുകളുണ്ട്. അതായത് നമ്മൾ കൈ പയ്യെ ഉയർത്തുക, കൈ താഴ്ത്തുക. ഫിസിയോതെറാപ്പിസ്റ്റ് ഏത് സേവനമാണോ അല്ലെങ്കിൽ ഏത് രീതിക്കാണോ ചെയ്യേണ്ടതെന്നുള്ളത് ആ ബൈസ്റ്റാൻഡറിനെ, കൂടെ നിൽക്കുന്ന ആളിനെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അവർ വേണം ബാക്കി മുന്നോട്ടുള്ള ദിവസം ചെയ്യാൻ. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇപ്പോൾ അവർക്ക് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വല്ലതും പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ചെന്ന് കാണിച്ചു കൊടുക്കും. കാരണം നേഴ്സിംഗ് ഹോം കെയർ നമ്മൾ എപ്പോഴും പോകും, ഫിസിയോതെറാപ്പി മാത്രം നമുക്ക് എപ്പോഴും ഇതുപോലെ പോകാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസമേ ഉള്ളൂ. നേഴ്സിംഗ് ഹോം കെയർ 4 ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും, ഇപ്പോൾ ഒരു എമർജൻസി കേസ് വിളിക്കുകയാണ്, ഒരു യൂറിൻ ട്യൂബ് അഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു റൈസ് ട്യൂബ് ഇട്ട് തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് നിമിഷവും അവിടെ അങ്ങോട്ട് പോകുന്നതാണ്. നമ്മുടെ പ്രധാന സേവനം എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ എന്നുള്ള സമയത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു ഏകദേശം 8ഓളം പേഷ്യൻസിനെ നമ്മൾ അവിടെ പോയിട്ട് കവർ ചെയ്യാറുണ്ട്. ഓരോ ദിവസവും പുതിയതായിട്ട് പേഷ്യൻസുകൾ നമ്മുടെ ഈ സൊരുമയിലേക്ക് വന്ന് ചേരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു രോഗി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ രോഗി തന്നെ പറയും, ഞാൻ മാത്രമല്ല, എൻ്റെ 2 വീടിൻ്റെ അപ്പുറത്ത് വേറൊരു രോഗിയുണ്ട്, അവരെ ആരും ഇങ്ങനെ നോക്കുന്നോ കാര്യങ്ങളൊന്നുമില്ല, ഗവൺമെന്റിന്റെ സർവീസ് ഒന്നും അവർക്ക്, സേവനങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല, അപ്പം നിങ്ങൾ അവരെ ഒന്ന് പോയി നോക്കാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും അവരെ അങ്ങോട്ട് പോയി നോക്കും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഏകദേശം ഒരു 400 പറഞ്ഞ പോലെ 461ഓളം പേഷ്യൻസ് ഈ 6 മാസം കൊണ്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസിന്റെ അടുത്തെല്ലാം ചെല്ലുമ്പോൾ നമുക്കൊരു അവര് നമ്മുടെ ഓരോ വരവിന് വേണ്ടിയിട്ട് സത്യമായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ചിലർ കിടപ്പിലായിരിക്കാം, ചിലർ ഓർമ്മയില്ലാതെ കിടക്കുന്നുണ്ടാകും, ചിലർ ഈ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞവരുണ്ട്, ചിലർക്ക് ഓർമ്മയുണ്ട്, ചിലർക്ക് ഓർമ്മയില്ല. പക്ഷെ ഓർമ്മയുള്ളവരാണ്, ഓർമ്മയില്ലാത്തവരാണ്. നമ്മൾ അവരെ ഒരു കുഞ്ഞുങ്ങളെ പോലെ, നമ്മളെല്ലാവർക്കും ഒരു കരുതലും നമുക്കൊരു തലോടലൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അല്ലേ? നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ പോലെ നമ്മളെ ആരെങ്കിലും നമ്മളെ ഒന്ന് താലോലിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇഷ്ടമല്ലേ? അതുപോലെയാണ് നമ്മുടെ അവിടുത്തെ നഴ്സുമാർ 2 പേര് പോയിട്ട് ഈ പേഷ്യൻസിന്റെ എല്ലാം അടുത്ത് ചെന്നിട്ട് അവരെ തൂത്തും തലോടിയും കൂടെ ഇരുന്ന് ഒരു മണിക്കൂറോളം അവരുടെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ദിവസം നമ്മൾ ഏകദേശം 8 പേഷ്യൻസിനെ ഉള്ളതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2 യൂണിറ്റുകളായിട്ട്, ഒരു യൂണിറ്റ് ഈ ഭാഗത്തേക്ക്, ഒരു യൂണിറ്റ് നമ്മുടെ മണർകാട് ആ ഒരു ഏരിയ, നമ്മുടെ കഞ്ഞിക്കുഴി, പുതുപ്പള്ളി, മണർകാട് ആ ഒരു ഏരിയയിലേക്കാണ് അവരുടെ സേവനങ്ങൾ പോകുന്നത്.
പിന്നെ നമ്മുടെ സ്വരുമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വരുമയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും പോകുന്നത് ഈ നമ്മുടെ സുധിച്ചേട്ടനെ പോലുള്ള വോളണ്ടിയേഴ്സിന്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ്. ഇവരെ പോലുള്ള കുറെ വോളണ്ടിയേഴ്സ് നമ്മുടെ സ്വരുമയ്ക്കുണ്ട്. ഞങ്ങൾ സ്വരുമയിലെ ഞാൻ അവിടുത്തെ ഒരു വെറും സ്റ്റാഫാണ്. അതായത് നമുക്ക് സ്വരുമ കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഓഫീസിൽ തരുന്ന ശമ്പളം തരുന്ന ഒരു സ്റ്റാഫാണ് ഞാൻ. പക്ഷെ കോട്ടയത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് സുധിച്ചേട്ടനെ പോലെ ഒരു 10-15ഓളം വോളണ്ടിയേഴ്സ്, ആക്റ്റീവായിട്ടുള്ള വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. 100-100ഓളം വോളണ്ടിയേഴ്സിനെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ വോളണ്ടിയേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ നഴ്സുമാരുടെ കൂടെ ഒന്ന് വരിക. നഴ്സുമാരുടെ കൂടെ വന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ എന്തെങ്കിലും ആവശ്യമായ സഹായങ്ങൾ കാണും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കുറവോ അല്ലെങ്കിൽ അവർക്ക് മരുന്നിന്റെ കുറവോ മറ്റോ കാര്യങ്ങൾ കാണും. ഈ വോളണ്ടിയർ എന്ന് പറഞ്ഞ ആള് അവിടെ വന്നിട്ട് ഇവർക്ക് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവർ യഥാർത്ഥത്തിലുള്ള ഒരു കേസാണ്, ഇവർക്ക് ഇത് ആവശ്യമാണ്, ഈ മരുന്ന് അല്ലെങ്കിൽ ഈ സേവനം ആവശ്യമാണെന്ന് നമ്മൾ നഴ്സുമാരോട് പറയും. അപ്പോൾ ആ വോളണ്ടിയർ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ നഴ്സ് നമ്മുടെ ആ പേഷ്യന്റിന്റെ അവസ്ഥ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വോളണ്ടിയർ നമുക്ക് വെള്ളിയാഴ്ചകൾ മീറ്റിംഗ് ഉണ്ട്, നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും പ്രതിവാരം മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ വന്നിട്ട് ഈ പേഷ്യന്റിന്റെ അവസ്ഥ പറയും. ഈ ഒരു പേഷ്യന്റ് ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ മറയപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടകാലി ഈ ഭാഗത്തൊരു പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന രോഗത്തിന്റെ കാരണം ആ പേഷ്യന്റ് ബുദ്ധിമുട്ടുന്നുണ്ട്, ആ പേഷ്യന്റിന് ഇന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഇന്ന സേവനങ്ങളോ നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേറ്ററോ ഈ വീൽ ചെയറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ആവശ്യമുണ്ട്, ഈ സാധനം നിങ്ങൾ കൊടുക്കണമെന്ന് നമ്മുടെ സ്വരുമയുടെ അതോറിറ്റിയോട് പറയും. അപ്പൊ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഈ വോളണ്ടിയേഴ്സ് തന്നെ തീരുമാനിക്കുന്നതാണ്, ഇവര് തന്നെ കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ വോളണ്ടിയേഴ്സിന്റെ എല്ലാവരുടെയും കൂടെ ഒരു പൊതുവായ തീരുമാനം എടുത്തിട്ട് നമ്മൾ അവിടുന്ന് തീരുമാനിക്കും ഇവർക്ക് ഭക്ഷ്യക്കിറ്റ് ആണെങ്കിൽ ഭക്ഷ്യക്കിറ്റ് മേടിച്ചു കൊടുക്കും. അതേ ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഉപകരണങ്ങളാണെങ്കിൽ ആശുപത്രി ഉപകരണങ്ങളാണെങ്കിൽ അത് നമ്മൾ മേടിച്ചു കൊടുക്കും. ഇനി അതുമല്ല മരുന്നാണെങ്കിൽ മരുന്ന് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഈ വോളണ്ടിയേഴ്സ് ആണ് നമ്മുടെ ഈ സ്വരുമയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് ഇത്ര നന്നായിട്ട് കൊണ്ടുപോകുന്നത്. വോളണ്ടിയേഴ്സ് അവര് ഇതുപോലെ തന്നെ ചിലര് നമ്മൾക്ക് സാമ്പത്തിക സഹായം തരാറുണ്ട്, മറ്റു ചിലര് ഇതുപോലെ ഈ ആശുപത്രി ഉപകരണങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് തരാറുണ്ട്. വേറെ ചിലർ നമ്മുടെ കൂടെ അവിടെ എല്ലാം വരികയും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയും അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അവർക്ക് നമ്മൾ ആ പേഷ്യന്റിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ചെയ്യേണ്ട ബാക്കി സഹായങ്ങളെല്ലാം അവർ ചെയ്തു തരും. അങ്ങോട്ട് പോകേണ്ട വഴിയിലും ആ വീടുകളിൽ ചെന്ന് അവരോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വരുമയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ വോളണ്ടിയേഴ്സ് നൽകുന്ന ഈ ഫണ്ടിൽ അല്ലെങ്കിൽ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന കുറച്ച് ഫണ്ടും വോളണ്ടിയേഴ്സ് നൽകുന്ന ഫണ്ടും വെച്ചിട്ടാണ് നമ്മുടെ സ്വരുമയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി സ്വരുമയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞു. നമുക്ക് സൗജന്യമായിട്ട് നേഴ്സിംഗ് ഹോം കെയർ ആണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പാലിയേറ്റീവ് കെയർ സൗജന്യമായിട്ട്, അതായത് നമ്മൾ പൈസയോ കാര്യങ്ങളൊന്നും, ഇതുപോലെ നിരവധി ആശുപത്രികൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും നേഴ്സിംഗ് ഹോം കെയർ ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ സൗജന്യമായിട്ട് യാതൊരു ഉപാധികളും ഒന്നുമില്ലാതെ നമ്മൾ സൗജന്യമായിട്ടാണ് എല്ലാ പേഷ്യന്റിന്റെ അടുത്ത്. അത് അവരുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വേർതിരിവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. സാമ്പത്തികം ഉള്ളവരുടെ അടുത്ത് നമ്മൾ പോകും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ അടുത്ത് പോകും. നമ്മൾ ആരുടെ നിന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിക്കാറില്ല. നമ്മൾ ഇങ്ങനെ വീടുകളിൽ കൂടെ പിരിവിനോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. അപ്പൊ ഇവിടെ ആരെങ്കിലും പിരിവിനോ കാര്യങ്ങളൊക്കെ സ്വരുമ എന്നുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് വരുവാണെങ്കിൽ നിങ്ങൾ അവര് പറയുക അവരിങ്ങനെ പിരിവ് കാര്യങ്ങളും മേടിക്കത്തില്ലെന്ന് ക്ലാസ്സുകളിൽ വന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റികൾ മറ്റിന്റെയും പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇല്ലാത്ത ഒരു ഏജൻസിയുടെ പേരിലും അല്ലെങ്കിൽ ഇല്ലാത്ത രോഗിയുടെ പേരിലും മറ്റും പൈസ വന്ന് മേടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു തവണ ഒരു പേഷ്യന്റ്, അദ്ദേഹം മരിച്ച പേഷ്യന്റ് ആണ്, മരിച്ച പേഷ്യന്റിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം വലിയൊരു രോഗം വന്ന് മരിച്ചതാണ്. ആ പേഷ്യന്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരു 10-20 കിലോമീറ്റർ അപ്പുറേ ഒരു വണ്ടിയില് നമ്മുടെ മറ്റേ ഒമിനിവാനെ പാട്ട് പാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാട്ടൊക്കെ പാടി അതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടിപ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോലീസ് കേസും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വരുമ നമ്മൾ വേറെ പൈസ പിടിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിങ്ങളുടെ വീടുകളിൽ വരുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇതിന് നമ്മുടെ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് നമ്മുടെ നോട്ടീസ് തരാം. സ്വരുമയുടെ പ്രവർത്തനങ്ങൾ അടങ്ങിയ ആ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വീടുകളിന്റെ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ വീട്ടിലെത്തിച്ചേർന്ന് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന രോഗിക്ക് ആവശ്യമായ സഹകരണങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് സേവനങ്ങൾ നൽകുന്നത് നേഴ്സിംഗ് ഹോം കെയർ, ഫിസിയോതെറാപ്പി, പിന്നെ കൗൺസിലിംഗ് നമ്മൾ നടക്കാറുണ്ട്. ഇപ്പോൾ മാനസികമായിട്ട് സംഘർഷങ്ങളില്ലാത്ത ആരും നമ്മുടെ ചുറ്റുപാടില്ലല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൗൺസിലിംഗും മറ്റും കാര്യങ്ങളും നമ്മൾ നൽകാറുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ മരുന്നും ഈ പറഞ്ഞ ഫുഡ് കിറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ആശുപത്രി ഉപകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ സ്വരുമയുടെ സേവനങ്ങളെ പറ്റി? എന്തെങ്കിലും ഞാൻ സ്വരുമയെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് വേണമല്ലോ, എവിടുന്ന് വന്നെന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി
കാര്യങ്ങളിലേക്ക്, നമ്മുടെ ശൈലി രോഗങ്ങളിലേക്ക് കടക്കാൻ. അപ്പൊ അവയർനെസ് ക്ലാസ് കേൾക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ സ്വരുമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ എനിക്ക് സ്വരുമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മറ്റെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ സുധിച്ചേട്ടനോട് ചോദിച്ചാൽ മതി. സുധിച്ചേട്ടൻ അവിടുത്തെ വോളണ്ടിയർ ആണ്. എല്ലാ ആഴ്ചയും തന്നെ മീറ്റിങ്ങിന് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ നമ്മുടെ ഈ സ്വരുമയുടെ സത്യസന്ധതയും മറ്റ് നമ്മുടെ ഒരു ആത്മാർത്ഥയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു ശൈലി ഉണ്ടോ? എല്ലാവരുടെയും ജീവിതത്തിന് ഒരു ശൈലി ഉണ്ടോ? അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടോ? ഉണ്ടോ? ശൈലി ഉണ്ടോ? നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു അല്ലേ? നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവനോട് നല്ല ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പിന്നെ ചെയ്യുന്നത്? കട്ടിലിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മൾ പോയി നമ്മൾ എന്താണ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലേ? പല്ല് തേക്കുകയും കുളിക്കുകയും അല്ലേ? നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നമ്മൾ നിറവേറ്റുന്നു. നമ്മളെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ രണ്ടുപേരൂടെയാണല്ലോ അടുക്കള മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ? എല്ലാവരുടെയും ചിരി, അമ്മമാരുടെ ചിരി കണ്ടിട്ട് അത്ര നല്ലൊരു ചിരി അല്ല. എങ്കിലും അങ്ങനെ തന്നെ ആകട്ടെ. അല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ആരെയുള്ള അടുക്കളയിലേക്ക് കയറിയിട്ട് നമ്മൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ട് ഭക്ഷണം പാചകം ചെയ്ത് അല്ലേ? രാവിലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട്, അല്ലെങ്കിൽ ജോലി ഉള്ളവരാണെങ്കിൽ മറ്റു ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് നമ്മുടെ ആ രീതി ആ ദിവസം അന്ന് തുടങ്ങുന്നു. തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വരുന്നു, നമ്മുടെ ദേഹം ശുദ്ധി വരുത്തുന്നു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിക്കുന്നു. വീട്ടുകാരുമായിട്ട് എല്ലാവരും വർത്തമാനമൊക്കെ പറയുന്നു. മറ്റു കാര്യങ്ങളിലേക്കെല്ലാം ഏർപ്പെടുന്നു. രാത്രി വീണ്ടും നമ്മൾ സുഖനിദ്രയിൽ ആഴുന്നു അല്ലേ? ഇങ്ങനെ ഒരു ശൈലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതികളിൽ കുറെ ശീലങ്ങളിൽ കൂടെയല്ലേ നമ്മുടെ ജീവിതം പോകുന്നേ അല്ലേ? അമ്മമാർക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ഓർത്താ അറിയുക, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ കാണാൻ പറ്റത്തില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്നും ഇടയില്ലാത്തതുകൊണ്ട് വെക്കാത്ത നമ്മൾ മറ്റേ വീടിന്റെ മുകളിലൊക്കെ ആയിട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങള്, നമ്മൾ അമ്മിക്കല്ല് എല്ലാ വീട്ടിലും ഉണ്ടോ? ഇപ്പോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ? ഇല്ലാത്ത വീടുകളുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ചോദിച്ചത്. അമ്മിക്കല്ല്, ആട്ടുകല്ല് ഉണ്ടോ? നമ്മുടെ ഉരലും ഉലക്കയൊക്കെ ഉണ്ടോ? ഇപ്പോ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ? എവിടെയെങ്കിലൊക്കെ മാറാല് പിടിച്ച് കിടപ്പുവാണോ അല്ലേ? എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു മോളി മാറാലൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് പിന്നെ ആക്രിക്കാരെ അവരെ എടുത്തോണ്ട് പോയി. അപ്പോ ഇങ്ങനെ ഒരു ശീലങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു അല്ലേ? ദോശയ്ക്കും ഇഡ്ഡലിക്കും ചമ്മന്തി എങ്ങനെ അരച്ചോണ്ടിരുന്നേ? അരകല്ലയിൽ എങ്ങനെ നല്ല തേങ്ങായും നല്ല വെളുത്തുള്ളി അല്ല നമ്മളെ കുഞ്ഞുള്ളിയും നല്ല വറ്റൽമുളക് നല്ല ചുട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അരച്ചു അല്ലേ? അങ്ങനെയായിരുന്നോ? പിന്നെ ദോശയ്ക്കും നമ്മുടെ ഇഡ്ഡലിക്കും ഉള്ള മാവൊക്കെ എങ്ങനെ അരച്ചോണ്ടിരുന്നേ? ആട്ടുകല്ലയില് ഇങ്ങനെ അല്ലേ? അത് ഞാൻ എനിക്ക് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, പുറകെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അല്ലേ? പിന്നെ പൊടിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ്? അരിയും മറ്റ് സാധനങ്ങളൊക്കെ ഉണക്ക സാധനങ്ങളൊക്കെ എങ്ങനെയാ പൊടിച്ചോണ്ടിരുന്നേ? ആരെങ്കിലും വീട്ടിൽ ഇപ്പോഴും ആ ടൈലിന്റെ ഇടയ്ക്കൊക്കെ ആ കുഴി ഉണ്ടോ? ഇപ്പോൾ ആ കുഴിയൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനത്തെ ചില നമ്മുടെ അടുക്കളയിൽ നമ്മളെ ആരോഗ്യന്മാരാക്കിയിരുന്ന ചില ഉപകരണങ്ങൾ നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ അവരെ എല്ലാം മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വേറെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരാരൊക്കെയാ എന്ന് പറഞ്ഞേ? മിക്സി, ശരിയാണ്. വാഷിംഗ് മെഷീൻ, അമ്മ പറഞ്ഞ വളരെ ശരിയാണ്. ഞാനത് പറയാൻ മറന്നുപോയതാണ്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു വഴിക്കാണല്ലോ അലക്കുക എന്നുള്ളത് അല്ലേ? വാഷിംഗ് മെഷീൻ. പിന്നെ വേറൊരാൾക്ക് നമ്മളെ അരിയൊക്കെ അരിക്കുന്നതിന് പകരം മിക്സിക്കകത്ത് നമുക്ക് അരി അരയ്ക്കാം. അല്ലാതെ നമ്മളൊരു വലിയതുണ്ട് ഗ്രൈൻഡർ അല്ലേ? പിന്നെ മുറ്റമൊക്കെ എല്ലാവരും പണ്ട് നമ്മുടെ ഒരു ഈർക്കിലിയുടെ ചൂലൊക്കെ എടുത്തിട്ടേ ഇങ്ങനെ നല്ലതായിട്ട് തൂക്കമല്ലായിരുന്നോ? വെള്ളമൊക്കെ തളിച്ചിട്ട് രാവിലെ. ഇപ്പൊ എന്നാ ചെയ്യുന്നേ? കമ്പിയുണ്ടോ എല്ലാവരുടെയും വീട്ടില് ഇല കുത്താനുള്ളത്? എന്റെ വീട്ടിലുണ്ട് കേട്ടോ, 2 കമ്പിയുണ്ട്. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നാ കുത്തുന്നേ. കമ്പിയുണ്ടോ എല്ലാവരുടെയും വീട്ടില്? ആണോ? അതല്ലേ. പിന്നെ നമ്മുടെ ഇച്ചിരി കൂടി ഒരു ആധുനികവൽക്കരണമാണെങ്കിൽ ബൗൺസർ എന്ന് പറയും. ബൗൺസർ, കാറ്റ് വരുന്ന സാധനമാ. അത് നമ്മളിങ്ങനെ ഓടിച്ചിട്ടായേ നമ്മളിങ്ങനെ അതിന്റെ പുറകെ ഇലയുടെ പുറകെ നടന്നാൽ മതി. നമ്മുടെ മുന്നേ ഇല ഓടിക്കോളും. അതേ കാറ്റ് അതിൽ നിന്ന് മെഷീനിൽ നിന്ന് വരുക. വയറിന് നീളം എത്തുന്നിടത്തോളം നമുക്കത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അല്ലേ? ചൂലൊക്കെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലേ? ചൂലുകളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, കേട്ടതിൽ സന്തോഷം. അങ്ങനെ നമ്മുടെ ജീവിതത്തില് കുറെ യന്ത്രവൽക്കരണം നമ്മുടെ ജീവിതത്തിലും വന്നു, നമ്മുടെ അടുക്കളയിലും വന്നു അല്ലേ? നമ്മുടെ പുറത്ത് നിങ്ങൾ എവിടെ നോക്കിയാലും കുറെ യന്ത്രവൽക്കരണ യോഗത്തിൽ നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലേ? മിക്സിക്ക് നമ്മുടെ അരകലിന് പകരം മിക്സി വന്നു. ഇപ്പൊ പറയാം ആട്ടുകലിന് പകരം ഗ്രൈൻഡർ വന്നു അല്ലേ? തുണി അലക്കുന്നതിന് പകരം വാഷിംഗ് മെഷീൻ വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ രീതികളിൽ
ജീവിതത്തിലെ രീതികളിലും ജീവിതം കുറച്ചുകൂടെ എളുപ്പമായോ? എല്ലാവരും ജീവിതം എളുപ്പമായോ? കുറച്ച് നമുക്ക് സമയലാഭം ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. സമയലാഭം ഇല്ലേ? സമയലാഭം ഉണ്ട് അല്ലേ? പക്ഷെ സമയം ലാഭിക്കുമ്പോ നമ്മുടെ വേറെ എന്തെങ്കിലും നമുക്കൊരു നഷ്ടപ്പെട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ എന്തേലും നഷ്ടപ്പെട്ടോ? ആരോഗ്യം എങ്ങനെ നഷ്ടപ്പെട്ടെ? ഒന്ന് പറയാവോ ചേച്ചി? ജോലിയെല്ലാം നമ്മുടെ ശരീരം വെച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ശരീരം നന്നായിട്ട് അനങ്ങുകയും വേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മള് കൈയും നമ്മുടെ കാലും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മുറ്റ പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചൂലിനെ പറയാൻ നമ്മൾ നടക്കുമല്ലേ? എത്ര ദൂരം നമ്മൾ നടക്കുന്നേ? അമ്മമാരൊക്കെ ഇപ്പോഴത്തെ സ്മാർട്ട് വാച്ചുകളുണ്ട്. നമ്മളിങ്ങനെ അത് കൈ കെട്ടിയാൽ നമ്മൾ എത്ര സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എത്ര നടപ്പ് നമ്മൾ ദിവസം നടന്നെന്ന് അറിയാൻ പറ്റും. പണ്ടൊക്കെ നടന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആരെങ്കിലും? ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പ് വരെ എല്ലാവരും എങ്ങനെയാ പോകുന്നേ? നടന്നു പോകുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അമ്മമാരൊക്കെ നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടും ഉറപ്പായിട്ടും. അല്ലാത്തവരൊക്കെയോ 2 വീലർ, ഓട്ടോ, കാറ് അല്ലേ? ഒരു വീട്ടിൽ നിന്ന് എത്ര വണ്ടിയാ പോകുന്നേ? ആളാം പ്രതി അല്ലെങ്കിൽ അച്ഛനൊരു വണ്ടി, അമ്മയ്ക്കൊരു വണ്ടി, മക്കൾക്കൊരു വണ്ടിയാണോ? എല്ലാരും കൂടെ ആണോ പോകുന്നേ? ഒറ്റയ്ക്ക് പോകും അല്ലേ? ആരും ഇപ്പൊ നടക്കുന്ന പരിപാടി ഇല്ലല്ലോ. നടക്കുന്നവരല്ലേ? നല്ല കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ ക്രമങ്ങളെല്ലാം മാറി, ക്രമങ്ങൾ കുറെ കൂടെ എളുപ്പമായി, നമ്മുടെ ആയാസം കുറെ കൂടെ എളുപ്പമായി. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ, ഈ ശൈലികളെല്ലാം മറിഞ്ഞ് അപ്പോൾ നമ്മുടെ ആരോഗ്യവും പോയി. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് രോഗങ്ങളും കൂടെ വിട്ടു. ഏതൊക്കെയായിരിക്കും ആ രോഗങ്ങള്? ഏതൊക്കെയായിരിക്കും ആ രോഗങ്ങള്? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മുടെ മറ്റേ ഈ യന്ത്രവൽക്കരണ യോഗത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ചില രോഗങ്ങൾ നമ്മൾ വന്നു. പണ്ടൊന്നും കേട്ടുകേൾവിയില്ലാത്ത ചില രോഗങ്ങളൊക്കെ അങ്ങ് വന്നു. കൊളസ്ട്രോള് പറഞ്ഞോളൂ, ഇനി പോരട്ടെ. പ്രധാന ആളൊന്നും വന്നിട്ടില്ലല്ലോ. പ്രമേഹം ഇല്ലേ? രക്തസമ്മർദ്ദം, പൊണ്ണത്തടി ഇല്ലേ? ക്യാൻസർ, നടുവേദന, അത് ഉറപ്പായിട്ടും. ഇതെല്ലാം എന്തുകൊണ്ടായിരിക്കും വന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ശൈലി ചെറുതായിട്ടൊന്ന് മാറി, നമ്മുടെ ആ ക്രമം അങ്ങോട്ട് തെറ്റി അല്ലേ? ജീവിതത്തിന്റെ ശൈലി മാറി, നമ്മൾ നമ്മളൊരു വേറൊരു തലത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ആരോഗ്യം പോയി. നമ്മളെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ അല്ലേ, ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു അല്ലേ? ഇപ്പോൾ ഒരു പ്രമേഹത്തിന്റെ രോഗികളില്ലാത്ത ആരെങ്കിലും നമ്മുടെ ഒരു വീട്ടിലുണ്ടോ? ഈ വന്നിരിക്കുന്നവരോടല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ പ്രമേഹം, നമ്മുടെ രക്തസമ്മർദ്ദം ഒന്നും ഇല്ലാത്ത 4 പേരും അല്ലെ 5 പേരുണ്ടെങ്കിൽ അല്ലെ 3 പേരുണ്ടെങ്കിൽ ആ 3 പേരും ആരോഗ്യവാനായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരോഗ്യവതിയായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും അസുഖമില്ലാത്തൊരു വീടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ആശുപത്രികളുടെ പ്രധാന ആശുപത്രികളുടെ പേരെന്ന് പറഞ്ഞേ. നാട്ടകം, PHC, പിന്നെന്താണ് നമ്മൾ അങ്ങോട്ട് ടൗണിലേക്കൊക്കെ പോയാല് ഭാരത് മെഡിക്കൽ സെന്റർ അല്ലേ? എല്ലാ ആശുപത്രിയിലും ചീട്ടുണ്ടോ എല്ലാവർക്കും? ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് കിംസ് എല്ലാം ഉണ്ട് കേട്ടോ. ആശുപത്രികളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? പണ്ടത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാറൊക്കെ പറഞ്ഞു കൂടിയിട്ടുണ്ടല്ലേ? ഓരോ ദിവസവും ഓരോ പുതിയ ആശുപത്രികൾ വരുവാ. അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? ഈ ജീവിതശൈലി രോഗങ്ങള് നമ്മുടെ ഈ ഒരു ജനങ്ങളുടെ ഒരു പോപ്പുലേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ജനങ്ങളുടെ ഉള്ളിലേക്ക് അതുപോലെ പടർന്നിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ടും നമ്മളിവിടെ അമ്മമാരെല്ലാം പറഞ്ഞു, പ്രധാനമായിട്ടുള്ള രോഗങ്ങളാണ് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, പൊണ്ണത്തടി, പിന്നെ ഒരു പ്രധാന വില്ലനാണ് ഇപ്പോഴത്തെ നമ്മുടെ കുടുംബങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ തകർക്കുന്നത് ക്യാൻസർ. ഇത്രയും രോഗങ്ങളാണ് നമ്മുടെ പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ. അതായത് നമ്മുടെ ചില ക്രമങ്ങൾ തെറ്റിയത് കൊണ്ടും നമുക്ക് കുറച്ച് സമയലാഭം കിട്ടിയപ്പോൾ നമ്മുടെ ആരോഗ്യം പോയ ആ ഒരു കറക്റ്റ് ഒരു സമയത്ത് നോക്കി നമ്മുടെ കൂട്ടത്തിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പോന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞ 5 പേര് അല്ലേ? ആദ്യം നമുക്കൊന്ന് പ്രമേഹം എന്താണെന്നൊന്ന് നോക്കിയാലോ. പ്രമേഹം എല്ലാവർക്കും അറിയാലോ. പ്രമേഹം എന്തായിരിക്കും പ്രമേഹം? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലേ? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചോറ് അല്ലേ, അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ചോറ്, ചപ്പാത്തി അല്ലേ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കും. ചോറിന്റെ ടേസ്റ്റ് എന്താ? നമ്മൾ അരിയുടെ ടേസ്റ്റ്, നമ്മൾ ചോറൊക്കെ നല്ല കറിയൊന്നും ഇല്ലാതെ ചോറ് തന്നെ ചവച്ചരച്ച് നമ്മുടെ ഒരു ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു രുചി വരും, മധുരം അല്ലേ? ചോറിന്റെ ടേസ്റ്റ് മധുരം അല്ലേ?
ഗോതമ്പിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഗോതമ്പ് നമ്മൾ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ ഈ ഏകദേശം ഈ ഒരു ടേസ്റ്റിനെ വരും. എന്തായിരിക്കും? മധുരം അല്ലേ? ആ, ഈ നമ്മുടെ രക്തത്തിൽ അടിഞ്ഞു ചേരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഈ ഭക്ഷണം കഴിച്ച് നമ്മൾ ഈ അന്നജം, നമ്മുടെ ഈ ഇതിലേക്ക് ഭക്ഷണം കഴിക്കുന്ന അന്നജം അത് ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഗ്ലൂക്കോസ് ആയി മാറിയിട്ട് അത് രക്തത്തിന്റെ അല്ല നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രമേഹം താന്നു പോയാൽ ആൾക്കാർ പെട്ടെന്ന് തലയൊക്കെ കറങ്ങി വീഴുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് ഷുഗർ താന്നു പോയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മളിങ്ങനെ ആൾക്കാർ തല കറങ്ങി വീണ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ? ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ കോശത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ആകെ മൊത്തം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് ഷുഗർ എന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഷുഗറിന്റെ അളവ് അനിയന്ത്രിതമായി കൂടുന്നു, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി കൂടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസിനെ, അല്ലെങ്കിൽ ഈ കൂടുന്ന ഒരു പ്രമേഹത്തിനെ, അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ പിടിച്ചു നിർത്തുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് അറിയായിരിക്കും. മരുന്നായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇൻസുലിൻ, അല്ലേ? ഇൻസുലിൻ എന്നുള്ള നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഒരു ഹോർമോൺ ആണ് നമ്മുടെ ഈ പറഞ്ഞ ഷുഗറിനെ, അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിന്റെ അളവിനെ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ സാർ പറഞ്ഞ പോലെ ഇൻസുലിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും, അല്ലേ? രക്തത്തിലെല്ലാം എത്തിച്ചേരുന്നുണ്ട്, അത് അവസാനം അടിഞ്ഞു കൂടും. ശരിക്കും ഇത് കോശങ്ങളിലേക്ക് ഈ വരുന്ന ഗ്ലൂക്കോസ് കയറി പോകേണ്ടതാണ്, അല്ലെ? നമ്മുടെ മറ്റേ കോശത്തിന്റെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ഇത് കോശങ്ങളിലേക്ക് കയറി പോകേണ്ടതാണ് ഈ രക്തത്തിലുള്ളത്. ഈ രക്തത്തിലുള്ള ഈ പഞ്ചസാര അതിൽ തന്നെ അടിഞ്ഞു കിടക്കുമ്പോൾ, അപ്പൊ ഇൻസുലിന്റെ അഭാവം, ഇൻസുലിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസുലിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോശങ്ങളിലേക്ക് ഈ പഞ്ചസാര കയറി പോകത്തുള്ളൂ. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ഈ ഷുഗർ എന്ന് പറയുന്ന മധുരം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ല അനിയന്ത്രിതമായിട്ട് ഉയരുന്നു. ഈ ഒരു അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണോ? ഒരു അച്ഛനും അമ്മയ്ക്കും വന്നാൽ മക്കൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട് കേട്ടോ. കാരണം പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണ്, നമുക്ക് പരിധി വരെ. പിന്നെ നമ്മുടെ ഒരു ജീവിതശൈലി രോഗമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതികള്, ചോറ് 3 നേരം കഴിക്കത്തില്ലാത്ത ആരാ ഉള്ളേ? 3 നേരം സാറുണ്ടല്ലേ? സാറുണ്ട് കേട്ടോ. 3 നേരം കഴിക്കുന്നില്ല. 2 നേരം ചോറ് കഴിക്കുന്നവര് ജസ്റ്റ് ഒന്ന് കൈവക്കിയാൽ മതി, ബുദ്ധിമുട്ടില്ല. ഞാൻ ഇങ്ങനെ ഓക്കെ. 1 നേരം ചോറ്, ഓക്കെ, നല്ല കേട്ടോ. 1 നേരം ചോറ് കഴിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ ചോറ് തീരെ കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് അന്നജം ഏറ്റവും കൂടുതൽ തരുന്നത് നമുക്ക് ചോറാണ്. കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവ് കുറയ്ക്കുക. ഇപ്പോൾ സുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചോറിന്റെ ഒക്കെ സ്വാദ് എന്താണ്? മധുരം, അല്ലേ? ഇതെല്ലാം നമ്മുടെ ഷുഗറിന്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്, അല്ലേ? ചോറ് നമ്മൾ എടുക്കും, പ്ലേറ്റ് നമ്മൾ ചോറ് എടുക്കും, 2 തവി 3 തവി എടുത്തു. കറികൾ എന്തേരം ഉണ്ടായിരിക്കും എല്ലാരും വെക്കുന്ന? തോരനും മറ്റ് മെഴുക്ക് പുരട്ടി, അല്ലെ മീനോ, ശകലം. നമ്മളൊരു കുഞ്ഞു സ്പൂണ്, നമ്മൾ ചോറെടുക്കുന്ന നമ്മുടെ തവിയുടെ വലിപ്പം ഇത്രയും, അല്ലേ? ഏകദേശം ഇത്രയും കാണുമോ? നമ്മൾ മറ്റേ റൈസ് കട്ടർ എന്നൊക്കെ വേണം നമുക്ക് പറയാം, അല്ലേ? ഇത്രയും കാണത്തില്ലേ? നമ്മുടെ തോരൻ എടുക്കുന്നോ? ടീസ്പൂണല്ലേ ഉള്ളൂ, ടീസ്പൂൺ വലിപ്പം, അല്ലേ? ഇനി നേരെ ഒന്ന് തിരിച്ചാക്കണേ. കുറച്ച് തോരനും മറ്റേ പച്ചക്കറിയൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിട്ടേ ഈ ഒരു വലിപ്പമുള്ള റൈസ് കട്ടർ വെച്ചിട്ടേ അതിന്റെ ഒരു പകുതി മുക്കാലിനും വെച്ചിട്ട് പച്ചക്കറി അങ്ങ് എടുക്കുക, അല്ലെങ്കിൽ ഈ തോരനും മെഴുക്കോട്ടെ അങ്ങ് എടുക്കുക. കൂടെ നമുക്ക് എന്തായിരിക്കും കാണുന്നത്? മീൻ കാണും, അല്ലേ? അല്ലെങ്കിൽ ഇറച്ചി കാണും. കൂട്ടുകറിയായിട്ട് എന്തെങ്കിലും അച്ചാറോ കാര്യങ്ങളൊക്കെ കാണും, അതും എടുക്കുക. കുറച്ച് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ചോറ് ഏതുകൊണ്ടാണ് എടുക്കേണ്ടതെന്നറിയോ? നമ്മൾ ആദ്യം പറഞ്ഞൊരു സ്പൂണില്ലായിരുന്നു, ഇത്രയുള്ളൊരു ഈ ഒരു വലിപ്പത്തിലുള്ള ആ സ്പൂണിൽ ഒരു 5-6 മണിയൊന്നും എടുക്കണ്ടെന്നേ. ഒരു നമ്മുടെ വയറ് നിളയോളം നമ്മൾ കഴിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ മാറി. ചോറും കറിയും എന്നുള്ളതിന് കറിയും ചോറും ഒന്ന് ആക്കുക കേട്ടോ. ചോറിനെ ഒന്ന് കറിയാക്കി നോക്കിയാൽ മതി, കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. അനുഭവസ്ഥര് പറയാം, നമ്മൾ ഇതുപോലെ ക്ലാസ് ഒക്കെ എടുത്ത് എന്നെക്കാൾ നന്നായിട്ടൊരു ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ട്, ബെന്നി സാർ എന്ന് പറയും. കഴിഞ്ഞ ആഴ്ച ബെന്നി സാറാണ് ഒന്ന് ക്ലാസ് എടുത്തത്. ബെന്നി സാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറേ ക്ലാസ് എടുത്തിട്ട് ബെന്നി സാറിനെ പിന്നെ ആ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. പറഞ്ഞു, സാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചോറും കറിയും മാറ്റി കറിയും ചോറും എന്നുള്ള രീതിയിലേക്കായി. അപ്പൊ അതിന് എന്തായാലും ഒരു ഫലം ഉണ്ടാകും കേട്ടോ. ഒന്ന് ശ്രമിക്കുവോ? റൈസ് കട്ടറിന്റെ എന്നാ പോട്ടെ, 3 കുത്തെടുക്കുന്നതിന് പകരം 1 കുത്താക്കാവോ? ഭക്ഷണത്തിന് മുന്നേ ഒരു അല്പം വെള്ളം കുടിച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഭക്ഷണത്തിന് മുന്നേ ഒന്ന് കുടിച്ചു നോക്കിയേ.
ഒരു ചെറിയൊരു പഴം ഒന്ന് കഴിച്ചു നോക്കിയേ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ചോറ് പോയി കഴിച്ചാൽ മതി, ഓക്കെ ആയിക്കോളൂ. ഈ നമ്മുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും മെഡിക്കൽ പർപ്പസിൽ ആരെങ്കിലും ഉണ്ടോ? നേഴ്സുമാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അവർക്ക് ചിലപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണെന്നത് ചോദിച്ചത്. അപ്പോൾ ചോറും കറിയും മാറ്റി കറിയും ചോറും ആക്കുക കേട്ടോ. ആക്കാൻ പറ്റുമോ? ആക്കിയാൽ നമ്മുടെ ഈ പറഞ്ഞ ഷുഗറിന്റെ സാറ് കഴിക്കുന്ന പോലെ സാറ് പറഞ്ഞു കേട്ടോ. അങ്ങനെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഈ ഷുഗറിന്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ചോറ് മാത്രമല്ല കേട്ടോ വില്ലൻ. ചിലരുണ്ടേ, ഞാൻ ചോറൊട്ടും കഴിക്കുന്നില്ല, ചോറ് ഒരു തുള്ളി പോലും കഴിക്കുന്നില്ല, ഞാൻ 4 നേരവും 4 ചപ്പാത്തി വെച്ചാ കഴിക്കുന്നതെന്ന്. 4 നേരവും 4 ചപ്പാത്തിയാ. അപ്പൊ അത് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ? ഗുണമായിരിക്കോ ദോഷമായിരിക്കോ? ചപ്പാത്തിയും ചോറും ഒരേ ഒരു എന്താണ്, ഒരു വീട്ടിലെ ഇപ്പൊ നമ്മൾ പറയല്ലേ, അവള് ഒരേ വീട്ടിലെ ചേച്ചി അനിയത്തിമാരോ എന്ന് പറയത്തില്ലേ, അല്ലെ ചേട്ടനോ അനിയെന്ന് പറയത്തില്ലേ, ആ ഒരു രീതി തന്നെ നമുക്ക് പറയാം. ഒരു വീട്ടിലെ തന്നെ രണ്ടുപേരും നമ്മൾ ഈ പറഞ്ഞ ഗോതമ്പും ഈ ചോറും അല്ലെ അരി എന്ന് പറയുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ചോറിന്റെ അളവ് മാറ്റിയിട്ട് ഒരു 2 ചപ്പാത്തി കൂടെ ഇതുപോലെ നല്ല പച്ചക്കറികളും അല്ലെങ്കിൽ സാലഡും പഴങ്ങളും ഒക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. അതിന് പകരം ചോറേ ഞാൻ കഴിക്കുന്നില്ല, ഒരു 4 ചപ്പാത്തി ഇങ്ങോട്ട് തന്നേര്, അല്ലെങ്കിൽ കുറച്ച് മറ്റേ എന്തെങ്കിലും ഇറച്ചിയും കൂടെ ഇങ്ങനെ തന്നേര്, അങ്ങനെ കഴിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. കാരണം അവർ രണ്ടുപേരും ചേട്ടനും അനിയനും തന്നെയാണ്, നമുക്ക് വേറെ ഫലങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ചപ്പാത്തി കഴിക്കുന്നത് നല്ലതാണ്, ചപ്പാത്തി കഴിക്കുന്നതിൽ നമുക്കൊരു അളവ് വേണം. ഒന്നല്ലെങ്കിൽ 2 ചപ്പാത്തി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, പച്ചക്കറികൾ, ഇലക്കറികൾ. വീട്ടിൽ നമ്മുടെ ഇല്ലേ മുരിങ്ങയില, ഇപ്പൊ കഴിക്കാറില്ല, നമ്മളെ സമയമല്ല. ചീര, തഴുതാമ ഉണ്ടോ? ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. തഴുതാമ വഴി സൈഡിലുണ്ട്. സൂചിച്ചേട്ടൻ പറിക്കാറുണ്ടോ വഴിയിൽ നിന്ന്? അതല്ലേ. പിന്നെ താള് വെക്കാറുണ്ടോ? ചെമ്പിൻ താള് ഒക്കെ നല്ല ഉപകാരമുള്ള എന്താണ് പിണ്ടി, ചേട്ടൻ പറഞ്ഞ ശരിയാ, പിണ്ടി തോരൻ വെച്ച് കൂട്ടും. ഇതെല്ലാം ഗുണമുള്ള സാധനങ്ങളാണ്. നമുക്കിതെല്ലാം കടയിൽ ഇരിക്കുന്ന കാണുമ്പോൾ അയ്യോ വളരെ ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അല്ലേ. ഇലക്കറികള്, പയറ് വർഗ്ഗങ്ങള്, ഇതെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമത്തിലേക്ക് പരമാവധി കൂട്ടുക. ഇലക്കറികൾ നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. അറിയാവുന്നതല്ല, ഞാനിത് പറയാം, നമ്മൾ സ്കൂളുകളിൽ തൊട്ട് പഠിക്കുന്ന ഇലക്കറികള് വൈറ്റമിൻ എ തരും എന്നൊക്കെയാ പറയുന്നത് അല്ലേ. നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ് ഇലക്കറികൾ കഴിക്കുക. പയറുവർഗ്ഗങ്ങൾ, പ്രോട്ടീൻ നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് പയറുവർഗ്ഗങ്ങൾ, ചെറുപയറ്, വൻപയറ്, പരിപ്പ്, ഇതെല്ലാം കഴിച്ചാൽ നമുക്ക് നല്ല ആവശ്യമുള്ള പ്രോട്ടീൻ കാര്യങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. പയറ് മുളപ്പിച്ചൊക്കെ കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? പയറ് മുളപ്പിച്ച് വളരെ നല്ലതാണ്, നമുക്ക് വയറ് നിറയാനും നല്ലതാണ്, നമുക്ക് ആരോഗ്യം കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ ഇതുപോലെ രോഗങ്ങളും കാര്യങ്ങളും ഒന്നും വരുത്തുമില്ല. അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചോറും കറിയും മാറ്റി കറിയും ചോറും എന്നുള്ള ഒരു മനസ്സ് എല്ലാവരുടെ ഉള്ളില്. ജോലിക്ക് പോകുന്ന മക്കളാണെങ്കിൽ അവർക്കൊരു കുറച്ച് ചോറ്, അവർ ചോദിക്കുമായിരിക്കും, എന്നാ അമ്മേ ഇന്ന് ചോറ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞെങ്കിലും കേട്ടോ, അവിടെ ഒരു സാറ് വന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു, ചോറ് കഴിക്കരുത്, നീ ഒന്നും കഴിക്കണ്ടെന്നുള്ള അങ്ങനെ രീതി പറയരുത്. നമ്മൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക. അമ്മമാരാണല്ലോ വീടിന്റെ അടുക്കളയും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, ചോറിന്റെ അളവ് കുറച്ചിട്ട് കറികൾ കൂടുതൽ, പച്ചക്കറിക്കും എല്ലാത്തിനും നല്ല വിലയാണ്. ഞാനതെല്ലാം മനസ്സിലാക്കുന്നു, സമ്മതിക്കുന്നു. വിഷമുണ്ട്, ഇതിലെല്ലാം വിഷങ്ങളും ഉണ്ട്. കഴുകേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ലതായിട്ട് കഴുകി എല്ലാം വൃത്തിയായിട്ട് ഇത് വെച്ച് കഴിക്കുക കേട്ടോ. പിന്നെ മെഴുക്കുവരട്ട് പോലുള്ള എണ്ണ കലർന്ന പലഹാരം അല്ലെങ്കിൽ എണ്ണ കലർന്ന കറികൾ കഴിക്കുന്നതാണോ അതോ നമ്മളല്ലാതെ തോരൻ പോലത്തെ മറ്റേ ആവിയിൽ വേവിക്കുന്നതാണോ നല്ലത്? ഏതായിരിക്കും? ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങൾ ആണ് കൂടുതൽ നല്ലത്, അത് കറി ആയാലും മറ്റു ഭക്ഷണങ്ങളായാലും. ഓക്കെ, അപ്പോൾ ഈ പ്രമേഹത്തിന്റെ അളവ് കൂടെ ഞാനൊന്ന് പറയാം. നമ്മൾ മറ്റേ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഷുഗർ നോക്കുന്ന ആൾക്കാരല്ലേ, ഷുഗർ നോക്കുന്ന ആൾക്കാർ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ എത്രയായിരിക്കും സാധാരണ വരുന്നത്? നോർമൽ എന്നുള്ളൊരു വാല്യൂ അവർ എത്ര പറയുന്നത്? 80 to 110 എന്നുള്ളത് അല്ലേ? 80 to 110 വരെ എന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ട് എത്ര വരെ ആകാം നമ്മുടെ ഷുഗറിന്റെ അളവ്? 140 വരെ. 140 വരെ നമ്മുടെ ആ ഒരു ഷുഗറിന്റെ അളവ്, രക്തത്തിലെ ആ പഞ്ചസാരയുടെ അളവ്, ഗ്ലൂക്കോസിന്റെ അളവ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യാവുള്ളൂ. ഓക്കെ, ആ ഒരു അളവിൽ നിർത്തുന്നതിന് നമ്മളെ പ്രധാനമായിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ പച്ചക്കറികൾ, പഴങ്ങൾ നമ്മളെ സഹായിക്കും. പഴങ്ങൾ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. എല്ലാവരും സംശയം ചോദിക്കും, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. മറ്റുള്ളവർ 2 തവണ, ഒരു പ്രമേഹം ഇല്ലാത്തൊരു വ്യക്തി ഒരു 2 or 3 പഴം കഴിക്കുമ്പോൾ പ്രമേഹം ഉള്ള ഒരു വ്യക്തി 1 പഴം കഴിക്കുക. പ്രമേഹത്തിന്റെ അളവ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിടത്ത് 80 to 110 വരെ നമ്മുടെ ഫാസ്റ്റിങ്ങിന് മുന്നും 140 വരെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു അളവാണ് നമ്മൾ വെക്കുന്നത്.
ആ ഒരു അളവ് എല്ലാവരും മനസ്സിൽ വെക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ ആരെങ്കിലും രക്തം പരിശോധിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഡോക്ടറിനെ അടുത്ത് ചെല്ലണം. കാരണം നമുക്ക് ഗുളിക കഴിക്കുന്ന കാണും. ചിലപ്പോൾ ഈ ഓരോ മാസം നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ നോക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റക്കുറച്ചുകൾ വരാം. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പരിധിക്കുള്ള മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ജീവിതശൈലികൾ തന്നെ നിയന്ത്രിച്ചാൽ, മധുരത്തിന്റെ അളവ് കുറച്ചാൽ, ഈ പറഞ്ഞ ചോറിന്റെ അളവ് കുറച്ചാൽ ഒക്കെ നമുക്ക് തൈറോയിഡ് ജീവിതശൈലി രോഗം നമുക്ക് ഒരു പരിധി വരെ പറയാം. അല്ലാത്ത രീതിയിലും വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഹോർമോണിന്റെ ഇത് ഈ ഭക്ഷണക്രമത്തിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പഠനങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു ഡോക്ടറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തൈറോയിഡിനെ കുറിച്ചൊക്കെ ശരിക്കും ക്ലാസ് തരണ്ട. ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതാണ് തൈറോയിഡ് എന്നുള്ള രോഗം. കാരണം പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ കൺസീവ് ആകുമ്പോൾ ആ സമയത്ത് തന്നെ അവര് ഡോക്ടർമാർ പോയിട്ട് തൈറോയിഡിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. ആ സമയത്ത് അവർക്ക് മരുന്ന് കഴിക്കുന്നില്ല. അവരോട് എപ്പോഴും നേരത്തെ പറഞ്ഞ കുഞ്ഞും കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് എന്തെങ്കിലും നോക്കണം. തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ച് കുറച്ചതിന് ശേഷം മാത്രമേ ഈ നമ്മൾക്ക് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഈ കുഞ്ഞിനെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരു വില്ലനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഈയിടെയായിട്ട് തൈറോയിഡ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബാക്കി പറയുമ്പോൾ നമ്മൾ ഷുഗറിന്റെ ഒരു അളവാണ്. ഡോക്ടറിനെ പോയി നമ്മൾ പ്രമേഹ രോഗമുള്ളവര്, ഞാൻ ആരെയും കൈപൊക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, പ്രമേഹ രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ മാസവും തന്നെ രക്തം പരിശോധിക്കുക, പ്രമേഹത്തിന്റെ അളവ് മറ്റൊന്ന് നോക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഗുളിക ആരും കഴിക്കാതിരിക്കരുത് ദയവ് ചെയ്ത്. നമ്മൾ ഓർക്കും നമുക്ക് പ്രമേഹം വന്നു, ഇനി ഗുളിക കഴിച്ചാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ ഗുളിക കഴിച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഗുളിക കഴിക്കത്തില്ലാത്ത രീതിയിലേക്ക് നമുക്ക് ആകാൻ പറ്റും. അപ്പോൾ ഒരു തവണ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് പോയി നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രമേഹം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ അത് അളവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. അത് അത്യാവശ്യമാണ്. കാരണം പ്രമേഹത്തിന് വേറൊരു പ്രശ്നം ഞാൻ പറയാം. ഞങ്ങൾ ഈ പാലിയേറ്റീവ് കെയർ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് കിഡ്നി പേഷ്യൻസിനെ കാണാറുണ്ട്. അതായത് ഇരു വൃക്കകളും തകരാറിലായ ആൾക്കാരുണ്ട്. ഡയാലിസിസ് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഹൃദ്രോഗം ഒരുപാട് ഇതാണ്. ഡോക്ടർമാരൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഈ വൃക്കരോഗങ്ങളും ഹൃദ്രോഗങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ അവരുടെ കിഡ്നി ഫെയിലിയറിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറാണ്. പ്രമേഹം നമ്മൾ ഓർക്കുന്ന ഒരു വില്ലനല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാളൊക്കെ അതിന് എഫക്റ്റ് ഉണ്ട്. പ്രമേഹം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. പ്രമേഹം വളരെ അപകടമാണ്. പണ്ടൊക്കെ ഒരു പഴമൊഴി, അല്ലെങ്കിൽ പഴമൊഴി എന്ന് ഞാൻ പറയുന്നില്ല, പണ്ടത്തെ ഒരു രീതിയിൽ പറയുന്നത് പ്രഷർ ആണ് ഏറ്റവും വലിയ വില്ലൻ. അതായത് പ്രഷർ കൂടിയാണ് നമ്മൾ രക്തക്കൊഴലും കാര്യങ്ങളൊക്കെ പൊട്ടുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കുണ്ട്. അതൊരു ശരിയാണ്. പക്ഷേ ഈ ഷുഗറിന് വളരെ 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 അപകടകാരിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കിഡ്നിയും ഈ പറഞ്ഞ നമ്മുടെ കിഡ്നി ഫെയിലിയറിനും ഈ ഹൃദ്രോഗത്തിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഷുഗറിന്റെ കൂടുന്നതാണ്. ഇത്രയും നേരം ഞാൻ നിങ്ങൾ ചിരിച്ചോണ്ട് വന്നു. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഷുഗറിന്റെ അളവ് കറക്റ്റായിട്ടൊന്ന് നിയന്ത്രിച്ച് നിന്നാൽ നമുക്കൊരു പ്രശ്നവും പറ്റത്തില്ല, ഉറപ്പാണ്. നമ്മൾ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, നമുക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഷുഗർ പ്രമേഹത്തിന്റെ ആ ഒരു എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, നല്ല രീതിയിൽ കുറയ്ക്കുക. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യത്തെ ഒരു 2 ദിവസം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പഞ്ചസാര ഇല്ലാതെ നമ്മൾ കുടിച്ച്. നമ്മൾ പറഞ്ഞ പോലെ ജീവിതശൈലി, നമ്മുടെ പണ്ട് കുഞ്ഞുനാൾ തൊട്ട് ഓർമ്മ തൊട്ട് നമ്മൾ ഈ പഞ്ചസാര ഉപയോഗിച്ച് ഈ കാപ്പിയും ഈ ജ്യൂസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കുടിക്കുന്ന അല്ലേ. ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം ഒരു പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ അതിനേക്കാൾ നല്ലതല്ലേ ഇച്ചിരി രുചി കുറഞ്ഞതാണേലും ആരോഗ്യപ്രദമായിട്ട് അത് കുടിക്കുന്നതല്ലേ. ചായയും കാപ്പിയും പ്രധാന വില്ലനാണ്, അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ചായയും കാപ്പിയും ഒരു പരിധി കൂടുതൽ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ദോഷമാണ്. ഇതൊന്നും നമ്മളിപ്പോ ആൾക്കാരെല്ലാം ആലോചിക്കും, ഇപ്പൊ വന്നു നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം കഴിക്കുന്നതിന് നമ്മളൊരു അളവ് നമ്മൾ തന്നെ നിശ്ചയിച്ചാൽ മതി. ചായ ഒക്കെ ആണെങ്കിൽ ദിവസം നമുക്കൊരു 3-4 ഒക്കെ ചായകൾ കുട്ടിയെ കുടിക്കും അല്ലേ, കുടിക്കത്തില്ല എല്ലാവരും? ഞാൻ കുടിക്കും കേട്ടോ. എനിക്ക് വളരെ ചായ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിനോട് ചായ കുടിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പുറത്തിറങ്ങി നമ്മൾ പേഷ്യൻസിനെ കണ്ടിട്ട് നമ്മളിപ്പോൾ മടുക്കുവാണ്, നമ്മളൊരു ചായ കുടിക്കും. വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു ചായ ഉണ്ട്. ചായ കുടിക്കുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ അളവ് ഇപ്പോൾ കുറച്ചു, ഇപ്പോൾ 1 ആക്കി, ദിവസം 1 എന്നുള്ള ഒരു അളവിലേക്ക് ആക്കി. കാപ്പി അങ്ങനെ കുടിക്കാറില്ല, കട്ടൻ കാപ്പി അങ്ങനെ കുടിക്കാറില്ല. അപ്പൊ ഇത് രണ്ടും ഒരു പ്രധാന വില്ലന്മാരാണ്. അപ്പൊ പഞ്ചസാര ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് പഞ്ചസാര ഉപയോഗിക്കാറില്ല. നമ്മൾ ഇതുപോലെ വീടുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കുടിക്കാറുണ്ട്.
അതല്ല നമ്മൾ സ്വന്തം വീട്ടിൽ ഞാൻ ചായ എടുക്കും, നമ്മൾ പഞ്ചസാര ഒട്ടും ഉപയോഗിക്കാറില്ല. നമ്മൾ അതുമായിട്ട് ശീലമായി, നമുക്കിപ്പോൾ ഒരു കുഴപ്പവും. പിന്നെ ഈ പഞ്ചസാര മാറ്റിക്കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ആലോചനയുണ്ട്. ബിസ്ക്കറ്റുകളില്ലേ, ബിസ്ക്കറ്റുകൾ നമ്മൾ ആരോ റൂട്ടാന്ന് പറഞ്ഞാൽ പോലും ഈ ബിസ്ക്കറ്റിന്റെ അകത്ത് മധുരമുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ പുറകു ഭാഗത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചേരുവകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അഡീഷണൽ ആഡഡ് ഷുഗർ, അങ്ങനെ പല പല ക്വാണ്ടിറ്റികൾ അല്ലെ പല പല അളവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബിസ്ക്കറ്റിനെയും താഴെ അവർക്ക് മധുരം ചേർക്കുന്നില്ല, ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഷുഗർ ചേർക്കുന്നുണ്ട്. ഇത് ഈ ബിസ്ക്കറ്റിന് ടേസ്റ്റ് കിട്ടും. അതിന്റെ താഴെയായിട്ട് നമുക്കൊന്നും കണ്ണ് ലെൻസ് വെച്ച് നമുക്ക് കാണാതെ രീതിയിട്ടുണ്ട്, ഓരോ തവണയും 2 ബിസ്ക്കറ്റ് വെച്ച് കഴിക്കാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു തവണ ബിസ്ക്കറ്റ് കഴിക്കാൻ എടുക്കുകയാണ്, ഒരു ചായയോട് കഴിക്കുകയാണെങ്കിൽ 2 അത് അഡൾട്ട് എന്നാ പറയുന്നത്. അതേ പ്രായപൂർത്തി നമ്മൾ വലിയ മുതിർന്ന ആൾക്കാർ 2 എണ്ണം കഴിക്കാനാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ കുട്ടികളും മറ്റവരൊക്കെ ഈ ഓറിയോ പോലത്തെ ബിസ്ക്കറ്റുകളൊക്കെ ഒരു പാക്കറ്റൊക്കെ ഒരാൾ മുഴുവൻ ഇരുന്ന് കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അപകടകാരം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും അവരെല്ലാം ഭാവിയിലേക്ക് വരുമ്പോൾ വലിയൊരു ഷുഗർ പേഷ്യൻസ് ആയി മാറും. കാരണം അവർ ചെറുപ്പം തൊട്ട്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പം ഞാൻ പറയുന്നില്ല, അമ്മമാരുടെ അച്ഛന്മാർ, നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ചെറുപ്പത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലെ മധുര സേവനങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, സേവ അങ്ങനത്തെ എന്തെങ്കിലും. ഇപ്പൊ എല്ലാ കടകളിലും അല്ലെ പരസ്യങ്ങൾ അതുപോലെയാണ്. നമ്മുടെ TV തുറന്നാൽ അതുപോലെ പരസ്യങ്ങളാണ്. അത് നമ്മളെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഒരു ബിസ്ക്കറ്റിന്റെ പുറകിൽ നോക്കിയാൽ മതി, അതിൽ നിന്ന് സെർവിങ് സൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെർവിങ് ക്വാണ്ടിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സെർവിങ് ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കാവുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കൂടുതൽ അളവുകളും ഒരു പാക്കറ്റ് തന്നെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് പോലത്തെ മധുര പലഹാരങ്ങൾ, ബിസ്ക്കറ്റ് മാത്രമല്ല മധുരം ചേർക്കുന്ന പലഹാരങ്ങളെല്ലാം അറിയാമല്ലോ, ലഡു, ജിലേബി, പിന്നെ മറ്റു ചെറിയ പലഹാരങ്ങളാക്കാന്ന് പറഞ്ഞാൽ കുടലപ്പം, അച്ചപ്പം, എല്ലാ സാധനത്തിൻ്റെ മധുരമുണ്ട്. മധുരത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. നല്ല രീതിയിൽ കുറഞ്ഞാൽ കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും, കാരണം നമുക്ക് ഒരു മനുഷ്യന് നമുക്ക് പറ്റത്തില്ല. നമുക്ക് അതുപോലെ നമ്മൾ മനസ്സിനൊരു ദൃഢനിശ്ചയം എടുത്താൽ മാത്രമേ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ കഴിക്കുന്ന അളവ് കുറയ്ക്കുക. ബിസ്ക്കറ്റ് ആണെങ്കിലും ചായക്ക് ഒരു 2 ബിസ്ക്കറ്റ്. റസ്ക് കഴിക്കുന്നവരുണ്ട് അല്ലേ? റസ്ക് ഒക്കെ നമ്മൾ ഈ പനിയൊക്കെ വേണ്ടുമ്പോൾ പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന റസ്ക് ഒക്കെ ഒന്നും ഒരു ദോഷമില്ലാത്ത ഉള്ള ഒരു പലഹാരമാണെന്നാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. റസ്കിൻ്റെ അകത്തും മധുരമുണ്ട്, എല്ലാത്തിനും മധുരം ചേർക്കുന്നുണ്ട്. അപ്പൊ മധുരത്തിന്റെ അളവ് നമ്മൾ ചായയിൽ പഞ്ചസാര എന്നുള്ള മാത്രം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ചോറിന് മാത്രം ഉപേക്ഷിച്ചാൽ ഈ ഒരു പ്രമേയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതുപോലുള്ള പലഹാരങ്ങളുടെ അളവും മാക്സിമം കുറയ്ക്കുക. സമ്മതമാണോ? സമ്മതമാണെങ്കിൽ നമ്മുടെ വൃക്കേനെയോ നമ്മുടെ ഹൃദയത്തിനെയോ ഒക്കെ നമുക്ക് കുറെ കാലം കൂടെ നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ? ആ കൂട്ടത്തിൽ നമുക്കും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അല്ലേ? അപ്പൊ ഷുഗർ, ചായയുടെയും കാപ്പിയുടെയും ഒക്കെ അതിൻ്റെ അകത്ത് ഇടുന്ന പഞ്ചസാരയുടെ അളവ് ഒന്ന് നോക്കുക. ചോറിന്റെ അളവ്, ചോറും കറിയും മാറ്റി കറിയും ചോറും എന്നുള്ള ഒരു മനസ്സിലേക്ക് വരിക, ഒരു തീരുമാനം എടുക്കുക. പലഹാരങ്ങൾ അളവൊന്ന് കുറയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പ്രമേയത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമുക്ക് വരാനിരിക്കുന്ന രോഗം ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. പക്ഷെ നമുക്ക് വന്നു പോയാലും അതിനെ നമുക്കൊരു മരുന്നുകൊണ്ട് നേരിടാം, മരുന്നുകൊണ്ട് അല്ലാതെ നേരിടാം. ഇത് കാര്യങ്ങളൊന്നും മനസ്സ് വെക്കുക. സാറ് പിന്നെ പറഞ്ഞു ഓട്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓട്സ് വളരെ നല്ലൊരു സമീകൃത ആഹാരം എന്ന് പറയും. കൂടുതൽ ഫൈബറാണ്, ധാന്യങ്ങളുടെ ഒരു ഫൈബർ കണ്ടന്റ് ആണ് കൂടുതലും. ഓട്സിന്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. വെറും വെള്ളത്തിൽ വേവിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പാലിന്റെ കൂടെ കഴിക്കുന്നവരുണ്ട്. ചായക്കൊക്കെ പകരം ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനകത്ത് ചെറിയ മറ്റേ നട്ട്സുകളും ഇപ്പൊ പറഞ്ഞ നമ്മുടെ മറ്റേ ഉണക്കമുന്തിരിയൊക്കെയാണല്ലോ, ഇത് വെള്ളത്തിൽ തലേദിവസം ഒന്ന് കുതിർത്തിട്ടിട്ട് പിറ്റേ ദിവസം ഈ ഓട്സിനകത്തിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ്. ഉണക്കമുന്തിരിയൊക്കെ വളരെ ഗുണമുള്ള ഒരു ചെറിയൊരു നട്ട്സുകളാണ്. ഓക്കെ, അപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് മനസ്സിലായോ? ഇൻസുലിന്റെ അഭാവം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് എന്ന ഒരു നമ്മുടെ ശരീരത്തിലെ അവയവമാണ്. ഇൻസുലിന്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നു. ഈ അളവ് കൂടിയ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഒഴുകി ചേർന്നിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നു. ശരിക്കും കോശങ്ങളിലേക്ക് കയറേണ്ടതാണ്, അതിനാണ് ഇൻസുലിൻ സഹായിക്കുന്നത്. അത് കെട്ടിക്കിടക്കാൻ പറ്റത്തില്ല അവസ്ഥയാണ്, അല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ലാത്ത ആ ഒരു അവസ്ഥ, കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് നമ്മൾ പറയുന്നത്. പ്രമേഹത്തിന്റെ അളവ് മനസ്സിലായാലും നോർമൽ നമ്മൾ ഭക്ഷണത്തിന് കഴിക്കുന്നതിന് മുമ്പ് 80 തൊട്ട് 100, 110 വരെ മാക്സിമം. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് 140 വരെ ആകാം. പ്രമേഹം ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. വീടുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് അവരോട് പറയുക. മക്കളോട് നമ്മൾ പറയാം, മക്കൾക്കൊന്നും ഇപ്പൊ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, ബിസ്ക്കറ്റും മറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഒക്കെ നിങ്ങൾ നോക്കുക, യൂട്യൂബിലേക്ക് നമ്മൾ അടിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും ഫോൺ ഉണ്ട് ഇല്ലേ? ഫോണിലുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് വ്യക്തിപരമായിട്ട് ഇല്ലെങ്കിലും വീടുകളിൽ ഒരു സ്മാർട്ട് ഫോണിലും ഇല്ലേ എല്ലാവരുടെയും? സ്മാർട്ട് ഫോണിൽ അടിച്ചു നോക്കുക പഞ്ചസാരയുടെ ദൂഷ്യഫലങ്ങൾ എത്ര ഒരുപാട് നമുക്ക് കിട്ടും. ക്ലാസ്സുകൾ, ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകൾ അല്ലെ അവരെ അനുഭവങ്ങളായിട്ട് പറയുന്നുണ്ട്.
ഈ പറഞ്ഞ പോലെ മധുര ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ യൂട്യൂബ് വെറുതെ അടിച്ചാൽ മലയാളത്തിൽ അടിച്ചാൽ മതി. മലയാളത്തിൽ അടിച്ചാൽ കിട്ടും. യൂട്യൂബിൽ നമുക്ക് മലയാളത്തിൽ ഇംഗ്ലീഷും അടിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേൾക്കുക. ഇടയ്ക്ക് നമ്മുടെ ക്ലാസ്സുകളും ഈ ഇതുപോലെ ഡോക്ടേഴ്സിന് നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. ഒരു ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായോ? കുറച്ചെങ്കിലും, അല്പമെങ്കിലും അല്ലേ? എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് രക്തസമ്മർദ്ദം. എന്താണ് രക്തസമ്മർദ്ദം? അറിയാവോ രക്തസമ്മർദ്ദം? രക്തം നമ്മുടെ ധമനികളിൽ കൂടെ ഒഴുകുവാണല്ലേ. ഒഴുകുമ്പോൾ ആ ധമനികളുടെ ഭിത്തികളിൽ ഒരു ചെറിയ മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട്. ആ മർദ്ദത്തിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നമ്മൾ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ സ്പിഗ്മോമാനോമീറ്റർ നമ്മുടെ ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ പ്രഷറും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അല്ലേ? അവർ നോക്കിയിട്ട് അവർ പറയത്തില്ലേ 120/80 അല്ലെങ്കിൽ 110/70 അല്ലെങ്കിൽ 130/90 അങ്ങനെ പല പല അളവുകൾ പറയത്തില്ലേ? അതിൽ ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഒരു പ്രഷർ വേണ്ട. എന്തായാലും ഈ രക്തം കൃത്യമായിട്ട് ഒഴുകുമ്പോഴും ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് ഒരു പ്രഷർ ആവശ്യമല്ലേ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ആവശ്യമല്ലേ? അത് എത്രയാ എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പണ്ട് തൊട്ട് സ്കൂളിൽ തൊട്ട് പഠിക്കുന്നത്. എത്രയായിരിക്കും നോർമൽ ആയിട്ട് പറയുന്നത്? 120/80 അല്ലെ? സർവ്വശരി 120/80 ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരത്തിന്റെ ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 130 140 താഴത്തെ ഒരു 80 എന്നുള്ള ഒരു 100 ആയാൽ എന്തായിരിക്കും പ്രശ്നം? രക്തസമ്മർദ്ദം അല്ലെ? തല കറങ്ങും, അല്ലെങ്കിൽ നമുക്ക് രക്തസമ്മർദ്ദം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. രക്തസമ്മർദ്ദം എന്ന അവസ്ഥയിൽ നമ്മൾ ഒരിക്കൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗുളിക അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് വളരെ അപകടമുള്ള ഒരു അവസ്ഥയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം ഒരുപാട് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പക്ഷാഘാതം എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രക്തം മറ്റേ കട്ട പിടിച്ചിട്ട് പെട്ടെന്ന് അത് മറ്റേ അവിടെ ഈ കൊളസ്ട്രോൾ മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ കൊഴുപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടാണ് അടിയുന്നത്. പ്രഷറും കാര്യങ്ങളെല്ലാം കൂടുമ്പോഴത്തേക്കും ഇത് പൊട്ടുകയും പിന്നെ അവർ ഈ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, തളർന്നു, ഒരു വശം തളർന്നു, അല്ലെങ്കിൽ ഒരു കൈ തളർന്നു, താഴേക്ക് തളർന്നു കിടക്കുന്ന കണ്ടിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഇല്ലേ? അപ്പോൾ രക്തസമ്മർദ്ദം കൂടുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 2 അസുഖങ്ങളാണ്. ഒന്ന് ഹൃദ്രോഗം നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നമായിട്ടുള്ള വരുന്നത്, പിന്നെ ഈ പറഞ്ഞ പക്ഷാഘാതം പോലത്തെ ഈ 2 പ്രശ്നങ്ങൾ ഈ രക്തസമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. 120/80 ആണ് നമ്മുടെ ഒരു പണ്ട് തൊട്ട് പറഞ്ഞു വരുന്ന ഒരു നോർമൽ പ്രഷർ, നമുക്ക് വേണ്ട പ്രഷർ. അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. പ്രഷർ ആണല്ലോ ഇടയ്ക്ക് ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ മിഷൻ കാണും അല്ലെ? മിഷനില്ല, എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടോ? മിക്ക വീടുകളിലും ഉണ്ട്. നമ്മുടെ ഈ ജനൌഷധിയിലൊക്കെ ചെന്നാൽ നമുക്ക് അത് മിഷൻ എനിക്ക് തോന്നുന്നു ഒരു 10, 800, 900 രൂപയ്ക്ക് കിട്ടും തോന്നുന്നു കേട്ടോ. അത് മിഷൻ ഒന്ന് നമ്മൾ മേടിച്ച് വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്കാണല്ലോ ഒരു ക്ഷീണം വന്നാൽ, ചിലപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആർക്കും ഉള്ള ക്ഷീണങ്ങൾ വരാം. നമ്മൾ ഈ ഉപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് കൂടുതൽ കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ ക്ഷീണം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ജസ്റ്റ് നമുക്ക് തന്നെ നോക്കാനുള്ളേ ഉള്ളൂ, വേറെ ആരുടെ സഹായം വേണ്ട. പ്രഷർ നോക്കുക. 120/80 എന്നുള്ളത് സംഖ്യ അല്ലെങ്കിൽ ആ ഒരു അളവിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ മറ്റൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കാരണം നമുക്ക് പ്രഷർ കൂടാം. ചില സമയത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞില്ല, നമ്മൾ കൃതജ്ഞത കഴിഞ്ഞ ആഴ്ച അടുത്ത ആഴ്ച പറയാനുണ്ട്, ഇപ്പോഴേ ടെൻഷനാന്ന്. അതുപോലെ എല്ലാവർക്കും ടെൻഷനുണ്ട്. ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ടെൻഷനുണ്ട്. ക്ലാസ് ചെയ്യോ, ഇത് എന്നാ എടുക്കും, എല്ലാവരോടും ഒന്നും പറയണം, ഞാൻ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് വരുമോ, എല്ലാവർക്കും നമുക്ക് ടെൻഷനുണ്ട്. ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ മാനസിക സമ്മർദ്ദം കാരണം, മാനസിക പിരിമുറുക്കം കാരണം നമ്മുടെ ഈ പറഞ്ഞ രക്തസമ്മർദ്ദം വർദ്ധിക്കാറുണ്ട്. പിന്നെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉപ്പിന്റെ ഉപയോഗം. പപ്പടം അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ? രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട 2 വില്ലന്മാരാണ്. അതായത് നമ്മുടെ പഞ്ചസാരയും ഉപ്പിനെയും വൈറ്റ് പോയിസൺ എന്നാണ് വിളിക്കുന്നത്. വൈറ്റ് പോയിസൺ, അതായത് വെളുത്ത വിഷങ്ങൾ എന്നാണ് പറയുന്നത്. 2ഉം അപകടകാരികളാണ്. പഞ്ചസാര അപകടമാണ്, ഉപ്പും അപകടമാണ്. നമ്മൾ കറികളിലൊക്കെ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ആരെങ്കിലും പ്രഷറുള്ള രോഗികൾ, രക്തസമ്മർദ്ദമുള്ള രോഗികൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഉപ്പ് ഒരു കുറച്ചിട്ടിട്ട് കറി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ ടേബിളിൽ നമ്മളൊരു ചെറിയ ഉപ്പിന്റെ ടിന്നുകളില്ലേ, ടിന്ന് വെക്കുക. ആവശ്യമുള്ളവർക്ക്, ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്കും അളവ് കുറയ്ക്കുന്നതാണ് നല്ലത്. എങ്കിലും ഈ ഒരു സമയത്ത് കഴിക്കുന്നതിന് ഉപ്പില്ലെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കറിക്കകത്തിട്ട് നമുക്ക് ഒരു പരിധിക്കുള്ള നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കറികളിലൊക്കെ ഇട്ട് പോയ ഉപ്പിനെ നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? പക്ഷെ കുറച്ച് ചേർക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് പിന്നെ ഉപ്പ് അവരുടെ സ്വാദനുസരിച്ച് ചേർക്കാൻ പറ്റും. അതൊന്ന് നോക്കുക. ഉപ്പിന്റെ അളവ് നിങ്ങളൊന്ന് പരമാവധി ശ്രദ്ധിക്കുക. ഉപ്പിലിട്ട മാങ്ങ നമ്മളങ്ങനെ കഴിക്കാറില്ലേ, ഉപ്പിലിട്ട അച്ചാർ അങ്ങനെ എല്ലാം കഴിക്കാറില്ലേ, അതിന്റെ അളവ് മാക്സിമം കുറയ്ക്കുക. പപ്പടം, നമ്മൾ ഓർക്കും എന്താണ് പ്രശ്നമെന്ന്. പപ്പടം ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. നമ്മൾ സദ്യക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം പോയി നമ്മൾ എന്തായാലും പപ്പടം മേടിക്കാറുണ്ട്. ഒരു പപ്പടം സദ്യക്കും പിന്നെ പായസത്തിന്റെ കൂടെ ഇല്ല സുചേട്ടാ, പായസത്തിന്റെ കൂടെ സെപ്പറേറ്റ് 2 പപ്പടം നമ്മൾ ഒരു സദ്യക്ക് പോകുമ്പോൾ കഴിക്കുന്നത് അല്ലേ? എൻ്റെ ഒരു ഓർമ്മ ചെയ്യണേ, ചിലർക്ക് അത് കൂടുതൽ കഴിക്കും. കുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ, അല്ലെ ചില ഒരു
ഒരു എന്നെ പോലെയുള്ള ചിലരൊക്കെയാണ് ഇഷ്ടമുള്ള പപ്പടം ഇഷ്ടമുള്ളവർ കൂടുതൽ കഴിക്കും. പപ്പടം കൂടുതൽ കഴിച്ചാൽ വളരെ പ്രശ്നമാണ്. നമ്മുടെ പ്രഷറിന്റെ അളവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രക്തസമ്മർദ്ദം ഈ 120 എന്നുള്ള അളവൊക്കെ അങ്ങ് കൂടിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്ന് പ്രധാനമായിട്ട് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട വേറൊരാളാണ്, ആ ആൾ ഉണ്ടെങ്കിൽ ഈ പ്രഷറിന് നമുക്കൊരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ആരായിരിക്കും ഒന്ന് പറയാവോ? പ്രഷറിനെ തടയാൻ പറ്റുന്ന ഒരാളാ വ്യായാമം. നമ്മുടെ ശരീരത്തിന് വ്യായാമം. നമ്മൾ നല്ലതായിട്ട് വേർത്ത്, നമ്മൾ മുമ്പേ പറഞ്ഞ ജീവിതശൈലി പറഞ്ഞില്ലേ, ശൈലികൾ നമ്മുടെ നമ്മൾ എന്താണ് ആട്ടുകല്ലയിൽ അരയ്ക്കുന്നതും അല്ല നമ്മുടെ അരകല്ലയിൽ അരയ്ക്കുന്നത്, ആട്ടുകല്ലിൽ നമ്മൾ മറ്റേ അരിയായിട്ട് ആട്ടുന്നതും എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല ആയാസം തരുന്നുണ്ടായിരുന്നു. ഈ ആയാസം തരുമ്പോൾ ഇത് നമുക്ക് ശരീരത്തിനുള്ള ഒരു വ്യായാമമാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മൾ നടക്കുന്നുണ്ടോ? ഒരു പരിധിക്കുള്ള ഒരു 2 കിലോമീറ്റർ കൂടുതൽ ഒരു ദിവസം നടക്കുന്ന എത്ര പേര് കാണും? 2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ കൂടുതൽ മാക്സിമം. ഞാൻ പരമാവധിയാണ് പറഞ്ഞത്. എത്ര പേരുണ്ട്? ആരും കാണത്തില്ല. കാരണം നമ്മുടെ സ്ഥലമല്ലേ. വളരെ നല്ല കാര്യം കേട്ടോ. രാവിലെ പോകും, നടക്കാൻ പോവോ? ഓക്കെ. 2 വളരെ നല്ല കാര്യം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും മാതൃക. ഞാനത് വേറൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ നടപ്പ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഈ കുറച്ചൊരു യുവാക്കളൊക്കെ ആണെങ്കിൽ പുഷപ്പ്, പുള്ളപ്പ് അങ്ങനെയുള്ള എയറോബിക്സ് എക്സസൈസുകളുണ്ട്. നമുക്ക് ശരീര സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. അങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ, വ്യായാമം ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രഷറിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നടത്തം വേറെ ഒന്നും ചെയ്യണ്ട. കൈ വീശി നന്നായിട്ട് വീശി നടക്കുക. 2 കൈകളും നല്ല കാലുകളും നല്ല മുന്നോട്ട് കൂടുതലായിട്ട് എടുത്തു വെച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നടക്കുക. രാവിലെയൊക്കെ ഒന്ന് നടന്നു വയ്ക്കുക. നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങളാണ്. രാവിലെ നമ്മൾ ആ ഒരു ഇളം വെയിലൊക്കെ കൊണ്ടൊന്ന് നടന്നു വയ്ക്കുക. എല്ലാവർക്കും ഇപ്പൊ കോവിഡ് കഴിഞ്ഞ പിന്നെ വൈറ്റമിൻ ഡി കുറവാന്ന് നമ്മളെല്ലാം ബ്ലഡ് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. വൈറ്റമിൻ ഡി ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് എവിടുന്നാന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നാണ്. രാവിലത്തെ ഇളം വെയിൽ, ഒരു കൂട്ടം ഡോക്ടേഴ്സ് പറയുന്നത് ഇളം വെയിലാണെന്ന്, ചിലർ പറയുന്നത് ഉച്ചക്കത്തെ വെയിലാണെന്ന്. അതിൽ നമുക്കില്ല. എന്തായാലും വെയിലിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. രാവിലെ ആണെങ്കിൽ നമുക്ക് നടക്കാനുള്ള വളരെ ഒരു കാലാവസ്ഥയല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ഞാൻ പറയുന്നില്ല, ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് മഴയില്ലാത്ത സമയത്ത് ഈ വീടിന് ഇപ്പൊ നമ്മൾ വീട്ടിലത്തെ അമ്മയല്ലേ വീട്ടിലെ അമ്മയ്ക്ക് ഇവിടുന്ന് ആ ഗേറ്റ് വരെ ഒരു 10 തവണ നടന്നാൽ മതി. 10 തവണ നടന്നാൽ മതി. അല്ലെ 10 അല്ലേ പോട്ടെ, 20 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈ വീശി നന്നായിട്ട് നടന്നു വയ്ക്കുക. നമ്മുടെ ശരീരം ഉറപ്പായിട്ടും വേർതിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ വീടിന് ചുറ്റും നടക്കാം. ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ റോഡുകളിലൊക്കെ ഈ വണ്ടികളുടെ പെരുപ്പം കൂടി, അല്ലെ, വാഹന പെരുപ്പം കൂടി. അതിനനുസരിച്ചുള്ള റോഡുകൾ നമുക്കിപ്പോ ഇല്ല. അപ്പൊ നമുക്ക് അപകടങ്ങളും മറ്റും അതിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇനി റോഡുകളിൽ പോയില്ലെങ്കിലും വീടിന് ചുറ്റും നടക്കാൻ മേലേ? വീടുകൾക്ക് ചുറ്റും നടക്കാൻ മേലേ? ഇതുപോലെ സ്റ്റെപ്പുള്ള വീടുകളുണ്ടോ? പലരുടെയും വീടുകളിൽ സ്റ്റെപ്പ് കാണും. സ്റ്റെപ്പ് ഒരു 10 രൂപ ഒന്ന് കയറി ഇറങ്ങി നോക്കി. നമ്മുടെ ശരീരത്തിന് വളരെ മാറ്റങ്ങൾ കാണും. ഞാനിത് പറയുന്നതല്ല, അനുഭവസ്ഥർ അവര് എക്സസൈസും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഈ രക്തസമ്മർദ്ദവും അവരുടെ ഈ പ്രമേഹവും ഒക്കെ കൊളസ്ട്രോൾ ഒക്കെ കുറച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. ഇതുപോലെ സ്റ്റെപ്പ് ഒരു 10 തവണ കയറി ഇറങ്ങിയാൽ മതി. അപ്പൊ അമ്മയോട് പറഞ്ഞ പോലെ വീടിന് ചുറ്റും ഒരു 10 തവണ അല്ലെങ്കിൽ 20 തവണ അങ്ങോട്ട് നടന്നാൽ മതി. ആരെങ്കിലും ഫോൺ വിളിച്ചോ നടന്നോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഫോൺ വിളിക്കാൻ വേറെ സെപ്പറേറ്റ് സമയം വെക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ ബന്ധുക്കളെയോ ആരെങ്കിലും ഫോൺ ഒന്ന് വിളിച്ചാണെങ്കിൽ ഇങ്ങനെ നടന്നാൽ മതി വീടിന് ചുറ്റും. അപ്പൊ ഒരു കൈയെ നമുക്ക് അനക്കാൻ പറ്റത്തുള്ളൂ, മറ്റേ കൈയെ നന്നായിട്ട് അനക്കുക. വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി. ഓടാൻ പറ്റുന്നവരോട് പറയുന്നത് ശരിയല്ല, ഈ പ്രായത്തിൽ ഞാൻ ഓടാൻ എന്ന് പറയുന്നില്ല. അവർക്ക് എല്ലാവർക്കും കാലിലും കാര്യങ്ങളൊക്കെ വേദനയുണ്ട്. എനിക്ക് പോലും കുറെ നേരം നിന്ന് കഴിയുമ്പോൾ കാലിലും നടുവിനൊക്കെ വേദനയുണ്ട്. അപ്പോഴാണ് പിന്നെ അച്ഛന്മാരുടെ കാര്യം ഞാൻ പറയുന്നില്ല. എങ്കിലും ഓടുന്നത് നല്ലതാണ്. ചെറിയ ജോഗിങ്, ചെറിയ മറ്റേ ഓട്ടം നല്ലതാണ്, ഒരു വ്യായാമമാണ്. ഈ വ്യായാമം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രമേഹത്തിനെയും രക്തസമ്മർദ്ദത്തിനെയും കൊളസ്ട്രോളിനൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വ്യായാമം ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക. യന്ത്രവൽക്കരണം വന്നപ്പോൾ ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, ഈ വ്യായാമം. നമ്മൾ വ്യായാമമാണെന്നറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അരകലയിൽ അരയ്ക്കുന്നതും നമ്മൾ മറ്റേ ഉരുള കൊണ്ടിച്ച് കുത്തുന്നതും ഒലക്ക വെച്ച് കുത്തുന്നത്, പിന്നെ നമ്മൾ ആട്ടുകല്ലിൽ അരയ്ക്കുന്നത്, തുണി നന്നായിട്ട് വീശി അലക്കുന്നത്, ഇതൊക്കെ ഒരു വ്യായാമമായിരുന്നു. പക്ഷെ ഇപ്പോൾ യന്ത്രവൽക്കരണം വന്നപ്പോൾ ഈ വ്യായാമങ്ങളെല്ലാം മാറിപ്പോയി. അപ്പോൾ ആ കൂടെ നമ്മുടെ ആരോഗ്യം പോയി. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നോക്കുക. വീടിന് ചുറ്റും വേറെ ഒരിടത്തോടെ നടത്താൻ ഞാൻ പറയുന്നില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ യോഗ വളരെ നല്ലൊരു കാര്യമാണ്. യോഗ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? സൂര്യനമസ്കാരം, യോഗ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. സാറുണ്ടല്ലോ. യോഗ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വെയിറ്റ് നമ്മുടെ ഒരു കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനും, നമ്മുടെ ഈ പറഞ്ഞ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ബാക്കി ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഓക്സിജൻ എത്താനും എല്ലാം യോഗ വളരെ നല്ലൊരു കാര്യമാണ്. അസുഖങ്ങൾ ഒരു പരിധി വരെയല്ല, അസുഖങ്ങളെ ഈ മരുന്ന് കഴിക്കാത്ത രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റുമെന്നാണ് യോഗ വിദഗ്ധർ പറയുന്നത്. യോഗ ഒന്ന് പരിശീലിച്ച് നോക്കുക. നിങ്ങൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറിനെ വിളിച്ചാൽ മതി. ഒരു ദിവസം
ഒരാഴ്ച 2 ആഴ്ച ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഏകദേശം ചെറിയ യോഗാമുറകളൊക്കെ മനസ്സിലാവും, നമുക്ക് പറ്റുന്ന. എന്നിട്ട് ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് വീടുകളിൽ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമയം രാവിലെ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അല്ല, രാവിലെ ചെയ്യുന്നതല്ലേ, പക്ഷെ അല്ലാത്ത സമയം ചെയ്യുന്നവരില്ലേ? കാരണം തിരക്കും മറ്റുള്ളവർ അല്ലാത്ത സമയത്തും ചെയ്യുന്നവരുണ്ട്. അപ്പൊ യോഗ ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. അപ്പൊ ഈ രക്തസമ്മർദ്ദം എപ്പോഴും ആലോചിക്കുക, 80-120 ആണ്. അതിൽ കൂടുതൽ ആവുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്, അതിൽ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു മിനിമം രീതിയിൽ ഉപ്പിന്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് ആക്കുക, പപ്പടത്തിന്റെ അളവ് കുറയ്ക്കുക. അച്ചാറ് പ്രശ്നമാണ്, പ്രത്യേകിച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറുകൾ. അതിൽ ഏറ്റവും കൂടുതൽ രുചി ഏതാ? ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും ടേസ്റ്റ് ഏതാ? ഉപ്പിനല്ലേ? ഉപ്പല്ലേ ഏറ്റവും കൂടുതൽ? ആസിഡ് ഉണ്ടെന്ന് എനിക്ക് വേറൊരു മെറ്റീരിയൽ ഉണ്ട്, ഏതൊരു കെമിക്കൽ മെറ്റീരിയലൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ നമ്മുടെ ഇത് കേടാവാതിരിക്കാനുള്ള സാധനങ്ങൾ ചേർക്കുന്നത്, അതിന്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടെന്ന് പറയും. പക്ഷെ എന്നാലും ഉപ്പിന്റെ അളവ് നല്ല രീതിയിൽ കൂടുതലുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ വ്യായാമം ഒന്നും മുടക്കാതെ ചെയ്ത് നോക്കിയേ. നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ പറ്റുമെന്നേ. മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് എല്ലാം പറ്റുമെന്ന് അങ്ങ് വിചാരിക്കുക. നമുക്ക് പറ്റാത്തതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമ്മളൊന്ന് ചെയ്ത് നോക്കിയേ, ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വേറൊരാളാണ് കൊളസ്ട്രോൾ. അടുത്ത വേറൊരാളാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ ഒരു അംശം അല്ലെങ്കിൽ ഒരു അളവ്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കോശ നിർമ്മിക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലെ മറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കാക്കാനും കാര്യങ്ങളും എല്ലാം കൊഴുപ്പ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ എന്തായിരിക്കും പ്രശ്നം? ഈ പറഞ്ഞ രക്തക്കുഴലുകളിലും ഈ കൊഴുപ്പ് അടിഞ്ഞു ചേരും. പഴയ പോലെ സുഗമമായിട്ട് രക്തത്തിന് ഒഴുകാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഒരു ടാപ്പ് എടുക്കുന്നതായിരിക്കും, നമ്മൾ മറ്റേ വെള്ളം വരുന്ന ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന ടാപ്പിൽ കരട് കയറിയ നമ്മുടെ ആ വെള്ളം എങ്ങനെയായിരിക്കും? നമ്മൾ വാഷ് ബേസിന് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നൂല് പോലെ ആയിരിക്കും വരുന്നത്. കരട് എന്തെങ്കിലും കയറി ഇരുന്നാൽ ആണോ? അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ. അപ്പൊ ആ ടാപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കരടും കാര്യങ്ങളെല്ലാം എടുത്തു കളയുമ്പോൾ പഴയ രീതിയിൽ വെള്ളം നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടെ രക്തം ഒഴുകുന്നത്. രക്തം ഒഴുകുമ്പോൾ ഈ കൊഴുപ്പും ഇങ്ങനത്തെ മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഭാഗത്തൂടെ രക്തഓട്ടം ചുരുങ്ങിപ്പോവും. അതായത് ആ ഭാഗം അവിടെ വരുമ്പോഴത്തേക്കും അത്രയും സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന രക്തം, അത്രയും ആ പ്രഷർ വന്നുകൊണ്ടിരുന്ന രക്തം ആ ഒരു പ്രത്യേക ഏരിയ ആകുമ്പോൾ ഒരു കുഞ്ഞു സ്ഥലം അല്ലെ ഇത്രയും നമ്മൾ വന്നുകൊണ്ടിരുന്ന രക്തക്കുഴലാന്ന് വിചാരിക്കുക. അവിടെ വരുമ്പോൾ ഈ കൊഴുപ്പും മറ്റു കാര്യങ്ങളെല്ലാം അടിഞ്ഞിട്ട് അവിടെ വരുമ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും രക്തത്തിന്റെ പ്രഷർ പുറകെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ രക്തക്കുഴലിന്റെ വീതി അല്ലെങ്കിൽ ആ ഉള്ളളവ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അകത്തൂടെ കയറി വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടും. ആ കൂടുതൽ മർദ്ദത്തെ താങ്ങാൻ ആ ഒരു ഭാഗത്തിന് പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പക്ഷാഘാതം മറ്റു ഈ രക്തക്കുഴൽ പൊട്ടും കാര്യങ്ങൾ. ബ്ലോക്ക് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ എല്ലാവരും പറയത്തില്ലേ ബ്ലോക്കാന്ന് പറയത്തില്ലേ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ഈ കൊഴുപ്പും മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ആ ഭാഗത്ത് ഇതില്ല. അപ്പൊ അത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഈ സ്റ്റെന്റ് പോലത്തെ ഒരു, നമ്മൾ ഈ ആശുപത്രി കയറ്റുമല്ലേ സ്റ്റെന്റ്, കേട്ടിട്ടില്ല ആര്? സ്റ്റെന്റ്. നമ്മൾ സ്റ്റെന്റ് കയറ്റി വിട്ടിട്ട് ആ ഭാഗത്തെ രക്തോട്ടം സുഗമമാക്കുക നമ്മൾ ചെയ്യുന്നത് അല്ലേ സാറേ? സ്റ്റെന്റ് ചെയ്തവരുണ്ടോ? ആരെ ചെയ്തു? സാറിന് അറിയാലോ. അവര് ഡോക്ടർ എന്നല്ലേ പ്രൊസീജിയർ എല്ലാം പറഞ്ഞു തന്നില്ലായിരുന്നോ? 2 കളഞ്ഞിട്ടുള്ള അല്ലെ? മരുന്നുണ്ടോ സാർ ഇപ്പോൾ മരുന്ന് എടുക്കുന്നുണ്ടോ? ഓക്കെ. അല്ല, ഡോക്ടർ എന്നെല്ലാം കാണിച്ചു തന്നില്ലായിരുന്നു? മറ്റേ നമ്മുടെ രക്തക്കുഴലിന്റെ അളവും കാര്യങ്ങളെല്ലാം CD-യില് 12 ഗുളിക ജോലിയായിരുന്നു സാർ? വർഷോപ്പാ? ഓക്കെ. വ്യായാമമൊക്കെ ചെയ്യാറുണ്ടോ? അതല്ലേ, ഗുളിക കുറയ്ക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പോൾ ആ പറഞ്ഞ നമ്മൾ ഈ രക്തത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞ നമ്മളെ മറ്റിങ്ങനത്തെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ കൊഴുപ്പെന്ന് പറയുന്നത്. അപ്പൊ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ക്രമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൊഴുപ്പ് 2 രീതി നമ്മൾ പറയാം. കൊളസ്ട്രോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും HDL, LDL, ട്രൈഗ്ലിസറൈഡ് എന്ന് പറയാം. HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അതൊരു മിഥ്യാധാരണയാണെന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നു. കൊളസ്ട്രോള് ഈ HDL എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ അകത്ത് പ്രോട്ടീന്റെ അളവ് കൂടുതലും കൊഴുപ്പിന്റെ അംശം കുറവുമാണ്. LDL എന്ന് പറയുന്നത്, അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കൊഴുപ്പിന്റെ അംശം കൂടുതലും പ്രോട്ടീന്റെ അളവ് കുറവും. അപ്പോൾ HDL, LDL ആയിട്ട് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലാബിൽ ചെന്നിട്ട് അങ്ങനെ നോക്കാനാണ് നമ്മൾ പറയുന്നത്. കൊളസ്ട്രോൾ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ 200 വരെയാണ് നമുക്ക് നോർമൽ എന്ന് പറയുന്നത്. 200 വരെ. 200 കൂടുതലായ നമ്മളൊരു കൊളസ്ട്രോൾ രോഗി ആയി എന്ന് വേണമെങ്കിൽ പറയാം. രോഗി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഇപ്പൊ കൊളസ്ട്രോൾ. ഇപ്പൊ ആരെ നോക്കിയാലും 200-ന് മുകളിൽ ഒരു വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയാം, ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി തൊട്ട് പ്രായമുള്ള ഒരാൾ വരെ നോക്കി 200 വയസ്സിന് മുകളിൽ കൊളസ്ട്രോൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂ
200 വരെയാണ് ബ്രോഡർ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിധി എന്ന് പറയുന്നത്. 200 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊളസ്ട്രോൾ ആയി, പക്ഷെ അതിൽ നമുക്ക് തിരിച്ച് പുറകോട്ട് വരാം. അപ്പൊ 200 ഒരു പ്രശ്നമാണ്. 200 എന്നൊരു സംഖ്യ നമ്മൾ മനസ്സിൽ ഓർക്കുക. പിന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ്, അത് ഈ ചോറ് കഴിക്കുന്നവർക്ക്, കാരണം വേറെ ഒരു ഇറച്ചിയും മറ്റൊന്നും കഴിക്കത്തില്ല, അത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ഒരാളെ എനിക്കറിയാം. അദ്ദേഹം ഇറച്ചി കഴിക്കത്തില്ല, മുട്ടയെ വേറെ ഒന്നും കഴിക്കത്തില്ല, പക്ഷെ ചോറ് കഴിക്കുമായിരുന്നു. അതായത് 2 നേരം കണ്ട് ചോറ് കഴിക്കായിരുന്നു. എന്നിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടി. അപ്പൊ അതിന്റെ കാരണം ഡോക്ടർ പറഞ്ഞു ചോറിന്റെ അളവ് ഒരു പരിധി കൂടുതൽ കൂടിയാൽ ട്രൈഗ്ലിസറൈഡ് വരുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചോറ് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ട്രൈഗ്ലിസറിന്റെ അളവ് കൂടിയാൽ അത് വളരെ നമുക്ക് ശരീരത്തിന് വളരെ പ്രശ്നമാണ്. HDLന്റെ അളവ് LDLന്റെ അളവും അത് നമ്മൾ നിയന്ത്രിച്ച് നമുക്ക് നിർത്താവുന്നേ ഉള്ളൂ. ഈ ഇടയ്ക്ക് കൊളസ്ട്രോൾ ഒക്കെ ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ അല്ലേ? മാസത്തിലൊന്നും ഞാൻ പറയുന്നില്ല, 2 മാസമെങ്കിലും കൂടുമ്പോൾ കൊളസ്ട്രോളിന്റെ അളവ് നോക്കുക, ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുക, ഈ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കുക, നല്ലതായിരിക്കും. നിങ്ങൾക്ക് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണുന്നത്, PGCയിലാണെങ്കിലും മതി. നമ്മുടെ ഈ അളവ് എടുത്തോണ്ട് നമുക്കിത് അവിടെ തന്നെ ആ ലാബിൽ നമ്മൾ ആ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വാല്യൂ ഏതാണ്, കൂടുതലാണോ കുറവാണെന്ന് ആ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആർക്കും നോക്കിയാലും മനസ്സിലാവും. അതുമായിട്ട് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ, ആ റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. ഗുളികൾ തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഗുളികൾ കഴിക്കുന്നേക്കാൾ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എനിക്ക് ഇത്ര കൊളസ്ട്രോൾ ആയിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ഭക്ഷണക്രമത്തിൽ എന്താണ് മാറ്റം വരേണ്ടത്, ഡോക്ടർമാർ ഉറപ്പായിട്ടും പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക, കൊളസ്ട്രോളിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. അടുത്തൊരാളാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത്, അമിതവണ്ണം. ഇപ്പോൾ എന്താണ്, നമ്മുടെ ഒരു കുഞ്ഞ് കുട്ടികളെ തൊട്ട് വലിയ മുതിർന്ന ആളുകളെ വരെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ അവരെ വരെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. അമിതവണ്ണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, എണ്ണ കൂടുതൽ കളർന്ന ഭക്ഷണക്രമങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ പൊണ്ണത്തടിക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട്. പിന്നെ നമ്മൾ വ്യായാമം ഉണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു, നമ്മുടെ പഴയ കാലത്തെ ഏതോ ഒരു കല്യാണ വീഡിയോ. അപ്പൊ അതിൻ്റെ അകത്ത് ആൾക്കാരെല്ലാം നമ്മൾ ഷർട്ട് എല്ലാവരും നല്ല സ്ലിം ആയിട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നുണ്ടോ വയറകത്തോട് പിടിച്ച കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ പഴയ കാലത്ത് എല്ലാവരും നല്ല സ്ലിം ആയിട്ട് അവർ ആ വീഡിയോക്കകത്ത്. കാരണം അന്നൊക്കെ ഈ ജീപ്പുകൾ, ഒരു ജീപ്പിലൊക്കെ എത്ര പേര് കയറും? കല്യാണത്തൊക്കെ പണ്ട് ജീപ്പുകളല്ലേ പൊക്കോണ്ടിരുന്നേ, പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ആ ജീപ്പിലൊക്കെ ഒരു പരിധിക്കുള്ള. അപ്പൊ ആൾക്കാർ കൂടുതൽ നടന്നല്ലേ പൊക്കോണ്ടിരുന്നത്. ഇന്നത്തെ ആൾക്കാർക്കൊന്നും പഴയ പോലെ കുടവേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ വാഹനങ്ങളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നമ്മളെ പോലും അറിയാം നമുക്ക് കുടവേറെ മറ്റു കാര്യങ്ങളും. ഓഫീസ് ജോലി ചെയ്യുന്നവര്, ഈ IT പ്രൊഫഷണൽ, ബാങ്ക് പ്രൊഫഷണലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കാരണം അവർക്ക് രാവിലെ തൊട്ട് 10 മണിക്ക് തൊട്ട് വൈകുന്നേരം 5 മണി വരെ അവർ ആ ഓഫീസിന്റെ അകത്ത് തന്നെയാണ്. ആകെ ഒരു 1 മണി തൊട്ട് 2 മണി വരെ മാത്രം, ഒരു ഭക്ഷണം കഴിയുന്ന സമയത്ത് മാത്രം അവർ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് കുടവേറെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ അമിതവണ്ണം അത് നമ്മുടെ ഭക്ഷണ രീതികൾ, കാരണം നമ്മൾ തെറ്റായ ഭക്ഷണക്രമമാണ് നമ്മൾ കഴിക്കുന്നത്. രാവിലത്തെ ഭക്ഷണം നമ്മൾ എപ്പോഴാണ് കഴിക്കണമെന്ന്, നമ്മൾ 8 മണിക്ക് മുന്നേ കഴിക്കണമെന്നാണ് പറയുന്നത്. രാവിലെ 8 മണിക്ക് മുന്നേ നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണമാണെങ്കിൽ 12-നും 1 മണിക്കും ഇടയ്ക്ക് കഴിക്കണമെന്നാണ് പറയുന്നത്. രാത്രിത്തെ ഭക്ഷണം 7 മണിക്ക് മുന്നേ കഴിക്കണമെന്നാണ് പറയുന്നത്. 7 മണിക്ക് മുന്നേ 3 മണിക്കൂർ ഇടവേളകൾ. നമ്മളിപ്പോൾ ആ ഭക്ഷണം കഴിഞ്ഞിട്ട്, രാത്രിത്തെ ഒരു ഭക്ഷണമാണെങ്കിൽ 7 മണിക്ക് കഴിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് 10 മണിക്ക് നമ്മൾ കിടന്ന് ഉറങ്ങാവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വൈകുന്നേരം, ഇപ്പോഴത്തെ വൈകിട്ട് നമ്മൾ ആ ടൗണിലേക്ക് ഇറങ്ങിയ കുറെ കടകളിൽ ഇങ്ങനെ കുറെ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാം. കുഴിമന്തി, വേറെ പേരുകളൊക്കെ പറഞ്ഞ് അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാണ്. വേറെന്നാ, ബാർബിക്യൂ, അൽഫാം അല്ലേ? വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അച്ഛനമ്മ വരുമ്പോഴത്തേക്കും പിള്ളേർ പറയാം, ബാ നമുക്കിത് പുറത്ത് കഴിച്ചു, ഇവിടെ ഒന്നും ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ അമ്മ പറയും, ചോറുണ്ടല്ലോ, രാവിലത്തെ ഉച്ചക്കത്തെ ചോറ് ഇരിക്കുക, ചോറ് വെള്ളത്തിലേക്ക് ഇട്, നാളെ തന്നെ എടുക്കാം, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയും. എല്ലാവരും കൂടെ പോയി കഴിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഒരു 7:30-8 മണി കൂട്ടിക്കും. രാത്രി 8 മണിയാകുമ്പോൾ പോകുന്നു, കടയിൽ ചെന്ന് ഓർഡറൊക്കെ ചെയ്ത് നമ്മൾ കഴിച്ചു. 8:45 നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഡിഷ്, നമ്മുടെ മറ്റേ വിഭവം ഫ്രണ്ടിലേക്ക് വരുന്നു. നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നു. ഒരു 9-9:15 കഴിച്ചു തീരുന്നു വിചാരിച്ചു. തിരിച്ച് വീണ്ടും നമ്മൾ അപ്പൊ തന്നെ വണ്ടിയിലോട്ട് കയറുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് 7-Up അല്ല സുചേട്ടാ, കുറച്ച് 7-Up പെപ്സിയും കൂടെ ഒക്കെ കഴിക്കും അല്ലേ? ദഹിക്കാനാന്നാ പറയുന്നത്. അതിന്റെ വേറെ ദൂഷ്യവശങ്ങൾ വേറെയുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഒരു 10 മണിയാകുമ്പോൾ വരും. വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. വയറ്റിൻ്റെ അകത്ത് എന്തോ ഉള്ള പോലെ ഇങ്ങനെ നമുക്കൊരു തോന്നല, ഭയങ്കര ഒരു ക്ഷീണമാണ് അല്ലേ? എന്നിട്ട് നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രമം അനുസരിച്ചാണെങ്കിൽ 8:45 കഴിച്ച് നമ്മൾ 9:45, 10:45, 11:45 ആകുമ്പോഴേ കിടക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ കൊണ്ടൊന്നും അകത്ത് കിടക്കുന്ന ആൾക്കാർ ദഹിക്കത്തില്ല. ചോറിന്റെ ചപ്പാത്തിയുടെ ഒക്കെ കാര്യം കേട്ടോ, 3 മണിക്കൂർ കൊണ്ട് ദഹിക്കുന്ന പറഞ്ഞത്. ആ അകത്ത് കിടക്കുന്ന പുള്ളിയൊന്നും ദഹിക്കാൻ പോകുന്നില്ല. അൽഫാമും ബാർബിക്യും ഒന്നും ദഹിക്കത്തില്ല, മന്തിയും. അവരൊക്കെ ദഹിക്കണേ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഒരു 5 മണിക്കൂറേലും വേണം. പോട്ടെ,
ഇപ്പോൾ 11:45 കിടക്കാൻ പറ്റത്തുള്ളൂ. 9:45 വീട്ടിൽ ചെന്ന് നമ്മൾ 10-10:15 ആയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഫോണിലൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നേരെ കയറി കിടക്കുന്നു. ദഹനം പൂർത്തിയായോ? ഇല്ല. നമ്മുടെ ദഹനം പൂർത്തിയായിട്ട് നമ്മൾ കിടന്നുറങ്ങാവുള്ളതാണ്. നമുക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടി, നമുക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ആണോ? നമുക്ക് മാത്രം റെസ്റ്റ് മതിയോ? പുറമേ ഉള്ള നമ്മളിങ്ങനെ കണ്ണടച്ച് കയ്യും കെട്ടി നമ്മൾ അറ്റൻഷൻ ആയിട്ട് നമ്മൾ മാത്രം കിടന്നാൽ മതിയോ? നമ്മുടെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? അകത്ത് കുറച്ച് ആൾക്കാരുണ്ടോ? ഹൃദയവും വൃക്കയും ചെറുകുടലും വൻകുടലും ഒക്കെ ഇല്ലേ? അവർക്ക് വിശ്രമം വേണ്ടേ? അവർക്ക് വിശ്രമം കൊടുക്കാൻ നമ്മളിങ്ങനെ കുറെ പണി ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നിട്ട് ഞങ്ങൾ കയറി കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കാണ് അവരൊരു ദിവസം പറയും, ഇനി ഞങ്ങൾ കുറച്ച് ദിവസം വിശ്രമിക്കട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും എവിടെ പോയാലും പോയി കിടന്നോളാൻ പറയും. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ എത്തും അല്ലേ? ആണോ? എല്ലാവരും ഞാൻ പറഞ്ഞു പേടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. എന്നോടൊന്നും തോന്നുന്നില്ല, പഞ്ചസാരയുടെ അളവ് അത്രയും വലിയ വില്ലനാണ്, അതുകൊണ്ട് തന്നെ പിന്നെയും പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ഭക്ഷണക്രമം രാവിലെ നമ്മൾ 8 മണിക്ക് മുന്നേ ഒന്നുമില്ലെങ്കിൽ കഴിക്കാൻ ശ്രമിക്കുക അല്ല, നമ്മളത് നമ്മുടെ ശീലത്തിലേക്ക് ആക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 2 ഗ്ലാസ് വെള്ളം വെറുതെ ഒന്ന് കുടിച്ച് നോക്കി, ചൂടുവെള്ളം. നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം കിട്ടും. കട്ടൻ കാപ്പിക്ക് പകരം അല്ലെങ്കിൽ കട്ടൻ ചായക്ക് പകരം ഈ ഒരു വെറും ചൂടുവെള്ളം ഒന്ന് കഴിച്ചു നോക്കി, വളരെ നല്ലതാണ് ശരീരത്തിന്. ഭക്ഷണം 8 മണിക്ക് മുന്നേ കഴിക്കുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം 1-നും 2 അല്ലെങ്കിൽ 12-നും 1-നും ഇടയ്ക്ക് കഴിക്കുന്നു. വൈകുന്നേരത്തെ ഭക്ഷണം 6 മണിക്ക് അല്ലെങ്കിൽ 6-നും 7-നും ഇടയ്ക്ക്. 7-ന് മുന്നേ എന്തായാലും നിർബന്ധമായിട്ട് കഴിക്കുക. കൃത്യമായിട്ടൊരു സമയത്ത് നമ്മൾ ഉറങ്ങുകയും ചെയ്തേ നമ്മൾ ആ കറക്റ്റായിട്ട് ഉണരും. ഒരു 10 മണിക്ക് ഉണർന്ന 10 മണിക്ക് നമുക്ക് കിടന്നാൽ രാവിലെ നമുക്ക് എന്തായാലും 5 മണി 5:30 ആകുമ്പോൾ നമുക്ക് ഉണരാൻ മേലേ? നമ്മുടെ ക്ഷീണം മറ്റു കാര്യങ്ങളൊക്കെ മാറത്തില്ലേ? നമ്മൾ ജീവിതത്തിലേക്ക് ആ പഴയ ഒരു ക്രമം കൊണ്ടുവന്നേ, പണ്ടത്തെ ആ ക്രമങ്ങളൊന്ന് കൊണ്ടുവന്നേ. അത്രയും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. യന്ത്രവൽക്കരണ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ കിണറ്റിൽ പോയിട്ട് തുടിച്ച് വെള്ളം കുറേണ്ട ആവശ്യമുണ്ടോ? പച്ചവെള്ളം സാറേ, ചിലര് ചൂടുവെള്ളം എന്ന് പറയാം. ഡോക്ടേഴ്സ് തന്നെ പലരും പറയുന്നുണ്ട് പച്ചവെള്ളം ആണെങ്കിൽ നല്ല, വെറും വയറ്റിൽ കുടിക്കണമെന്നാ പറയുന്നത്. നമ്മൾ ഈ ബ്ലഡ് ഒക്കെ നോക്കാൻ പോകുമ്പോൾ വെള്ളം പോലും കുടിക്കാതെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട്. ബ്ലഡ് ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് ആയിട്ട് ആർക്കെങ്കിലും ബ്ലഡ് പരിശോധിക്കാൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കഴിക്കരുത്, ജലപാനം ഒന്നും ചെയ്യാതെ വേണം ബ്ലഡ് കൊണ്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ ഈ ബ്ലഡിലുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാനുള്ള അളവുകൾ ഡൈല്യൂട്ട് ആവുമെന്നാണ് പറയുന്നത്. വെള്ളം പോലും കുടിക്കാതെ വേണം നമ്മൾ പോയിട്ട്, നമ്മൾ ഷുഗർ എങ്ങനെയാണ് നമ്മൾ പോയി കൊടുക്കുന്നത്? ഷുഗറിനുള്ള ബ്ലഡ് നമ്മൾ എങ്ങനെയാണ് പോയി കൊടുക്കുന്നത്? ഭക്ഷണം ഒന്നും കഴിക്കാതെ അല്ലേ, ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ വേണം നമ്മൾ ഈ കൊളസ്ട്രോളിനും ഏത് ബ്ലഡ് ചെക്കപ്പിന് എന്നാലും അവർ പറയുന്നത് നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറും വെയിറ്റ് വരുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ പഴയ ഒരു ക്രമമൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ പഴയ ക്രമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണ രീതി ചെറിയ മാറ്റം, ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ വെള്ളം കോരേണ്ട ആവശ്യമുണ്ടോ? കിണറ്റിൽ പോയി വെള്ളം തുടിച്ച് വെള്ളം കോരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പൈപ്പ് തുറന്നാൽ എന്തേ വരും? വെള്ളം വരും. വെള്ളം തീർന്ന ഉടനെ സ്വിച്ച് ഇട്ടാൽ മതി. പഴയ പോലെ മോട്ടർ പെര വരെ നടക്കണോ? പണ്ടൊക്കെ മോട്ടർ പെരകളും ഉണ്ടായിരുന്നു അല്ലേ, വീടിന് ചുറ്റും. ചില മോട്ടറിനകത്തൊക്കെ അതിന്റെ എയർ കയറും. നമ്മൾ പിന്നെ ചെന്നിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുത്താലേ പിന്നെ അത് വർക്ക് ആകത്തുള്ളൂ. അപ്പൊ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ എല്ലാം നമ്മുടെ വെള്ളത്തിലിടുന്ന മോട്ടറുകളാ, ഒന്നും നമ്മൾ അറിയണ്ട. കംപ്ലൈന്റ് വരുമ്പോൾ നന്നാക്കി കൊടുത്താൽ മാത്രം, സ്വിച്ച് ഇട്ടാൽ മാത്രം മതി, വെള്ളം നിറയുമ്പോൾ നിർത്തിയാലും മതി. പണ്ടത്തെ പോലെ നമുക്ക് എന്തെങ്കിലും അധ്വാനം ഉണ്ടോ? അധ്വാനം ഇല്ല. അധ്വാനം ഇല്ലാതാകുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണക്രമത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ ആകെ ക്രമത്തിലും വ്യായാമം ഉൾപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന നമുക്ക് എന്ത് പ്രധാനപ്പെട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും നമുക്ക് നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ? ആ പ്രാർത്ഥന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും കൂടെ കൊണ്ടുപോകുക വ്യായാമം. പിന്നെ ഭക്ഷണത്തിനുള്ള ഒരു ക്രമം നമ്മൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇന്ന് മുതൽ ഇത്ര അളവ് ചോറേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പഞ്ചസാര ഞാൻ എൻ്റെ ഒരു ഭക്ഷണക്രമത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. നല്ലതല്ലേ? ഞാനിപ്പോ ഈ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടോ? നമ്മുടെ ശരീരത്തിന് മോശമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യമായിട്ട് നിൽക്കാൻ മേലേ. നമ്മുടെ കേരളം അറിയപ്പെടുന്ന എന്ന് പറയുന്നത് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് മറ്റേ ലോകത്തിന്റെ ഇന്ത്യയുടെ ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേരളം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിലാണ്. അതിന് വേറൊരു കാരണമുണ്ട്, നമ്മളാണ് ആരോഗ്യത്തിൽ കൂടുതൽ ഒരു പരിധി വരെ ശ്രദ്ധിക്കുന്നത്. നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അത് നമ്മളോട് നോക്കണ്ടേ ആരോഗ്യ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ? നമ്മുടെ സമൂഹം എല്ലാവരും നമ്മളായിട്ട് അടങ്ങുന്ന സമൂഹമല്ലേ നമ്മൾ കേരളത്തിന്റെ നമ്മൾ പ്രതിനിധികളല്ലേ കേരളം സംസ്ഥാനത്തിന്റെ അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയാൽ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം നന്നാവും. സമൂഹത്തിന്റെ ആരോഗ്യം നോക്കിയാൽ എന്താണ്?
രാജ്യവും അതിന്റെ കാര്യങ്ങളെല്ലാം നന്നാവും അല്ലേ? എല്ലാത്തിന്റെ ആരോഗ്യം നന്നാവും. ഒരു ബി പി അപ്പാറ്റസ് എല്ലാവരുടെ വീട്ടിലും മേടിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറയുന്നത്. കാരണം അത് നമുക്ക് ഉപകാരമാണ്. ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ മിനി ലാബല്ലേ നമ്മുടെ വീടെല്ലാം. ഷുഗർ ചെക്ക് ചെയ്യുന്ന അക്യുചെക്കിന്റെ നമ്മുടെ കുത്തി നോക്കുന്നേ ചെറിയൊരു മെഡിക്കൽ സ്റ്റോർ. നമ്മുടെ മറ്റേ പാത്രങ്ങൾ ഇങ്ങനെ പണ്ടത്തെ മറ്റേ ചോറ്റുപാത്രവും പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഇപ്പൊ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, ടിന്നായിട്ട് വെച്ചിരിക്കുക. രാവിലെ 1, രാവിലെ 2, അല്ലെ ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2 അല്ലേ? അതെ. ഭക്ഷണത്തിന് മുന്നേ തന്നെ നമ്മൾ മറ്റേ പണ്ടത്തെ മിഠായി പോലെ നമ്മൾ കഴിക്കുക. ഭക്ഷണത്തിന് മുന്നേ ഒരു 3 ഗുളിക കാണും. ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന കുറെ ഗുളികകൾ കാണും. ഈ ഗുളികയൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാം കേട്ടോ. നമ്മളോടൊന്ന് മനസ്സ് വെച്ചാൽ മതി. പഴയ പോലെ നമ്മൾ ആ പഴയ ഒരു ക്രമത്തിലേക്ക് ഒന്ന് ആലോചിച്ചെങ്കിൽ, പഴയ കാലമാണോ ഇപ്പോഴത്തെ കാലമാണോ നല്ലത്? പഴയ കാലം. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പഴയ കാലം എനിക്കിഷ്ടം. എല്ലാവർക്കും ഇഷ്ടം. ശരിയാ, നമ്മളെല്ലാവർക്കും. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പറയുവാണ്, നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ ഓർക്കും, മോളുടെ ഒക്കെ പ്രായം നമ്മൾ ഓർക്കുവേ, വലുതായ എല്ലാം സ്കൂളിൽ പോകണ്ട, ഉടനെ ജോലി കിട്ടും, വലുതായ സ്കൂളിലും കാര്യങ്ങളൊന്നും പോകണ്ട, ജോലിയും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മൾ മറ്റേ വണ്ടി ഓടിക്കാം അല്ലേ, എവിടെ വേണമെങ്കിലും പോകാം, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. വലുതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കൈപ്പേറെ കുറെ കാര്യങ്ങളൊക്കെ വന്നു അല്ലേ? നമ്മുടെ ജോലി വെച്ചുള്ള പ്രശ്നങ്ങൾ വരും, ജോലി കൊണ്ടുള്ള നമുക്ക് സമ്മർദ്ദങ്ങൾ വരും, മറ്റ് ജീവിത പ്രശ്നങ്ങൾ മറ്റെല്ലാം വരും. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുന്നത്? നമ്മൾ ആ ചെറുപ്പത്തിലേക്ക് തന്നെ ആയാൽ മതിയായിരുന്നു അല്ലേ? ചെറുപ്പത്തിലേക്ക് നമുക്ക് ഇനി ഒരിക്കലും ആകാൻ പറ്റത്തില്ല. പക്ഷെ പഴയ കാലത്ത് നമ്മൾ അനുഷ്ഠിച്ച് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വന്നിരുന്ന കുറെ ശീലങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റും, നമ്മുടെ വ്യായാമങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഒന്ന് മാറാൻ ശ്രമിക്കുക കേട്ടോ. ഈ ക്ലാസ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ 1 മണിക്കൂർ പറഞ്ഞിട്ട് എന്തേലും നിങ്ങൾക്ക് ഒരു ഉപകാരം വേണ്ടേ? അല്പമെങ്കിലും. നീ വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവനാണെന്ന് വിചാരിക്കുക, ഭക്ഷണം ഒന്ന് കുറച്ച് നോക്കിയേ. ഭക്ഷണം നമ്മൾ എല്ലാ കടകളുടെയും ഫ്രണ്ടില്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയണെങ്കിൽ എന്റെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും ഒരു ടൗൺ പള്ളിക്കത്തോട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പള്ളിക്കത്തോട് ഇല്ലല്ലേ? കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അവിടെ പാർക്കിംഗ് നമുക്ക് ഒട്ടുമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും ആ പോകുന്ന കട, ഇപ്പൊ ഞാൻ ബേക്കറിയിലേക്ക് പോവാ, എനിക്ക് ആ ബേക്കറിയുടെ ഫ്രണ്ടിൽ കൊണ്ട് എനിക്ക് വണ്ടി ഇടണം. ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ പുറകെ വരുന്ന ആളും ചിന്തിക്കുന്നത്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇടണം. പുറകെ വരുന്ന ആൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലോക്ക് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ ഒരു ഇച്ചിരി ദൂരെ കൊണ്ട് മാറ്റി വണ്ടി ഇടുക. ആ ബേക്കറി വരെ നടന്നു നോക്കിയേ. നടന്നിട്ട് തിരിച്ചങ്ങ് പോകുമ്പോഴത്തേക്കും കുറെ കടയൊക്കെ നമുക്ക് കാണാം, പുതിയതായിട്ട് വന്ന കടകൾ കാണാം. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾക്കാരെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ബസ് സ്റ്റോപ്പ് വരെ, ഇവിടുന്ന് ആരെങ്കിലും വർത്താനം പറയാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് നടന്നു നോക്കിയേ, വണ്ടി എടുക്കാതെ. ബസ്സിൽ കയറി പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നമുക്ക് ആർക്കും സമയമില്ല. എങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ബസ്സിന് തന്നെ ഒന്ന് പോയി നോക്കിക്കേ. പഴയ പോലെ ആൾക്കാരോട് വർത്താനമൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് അല്ലേ? പറ്റുമോ? ഇല്ല, ഇപ്പൊ സമയമില്ലല്ലേ? ശരി. എന്നാലും ഒരു പരിധി വരെ നമുക്ക് നോക്കുക. വ്യായാമം നിങ്ങളുടെ കൂട്ടുകാരനാക്കുക, അല്ലെ കൂട്ടുകാരിയാക്കുക. ജീവിതത്തിന്റെ വ്യായാമം കൂട്ടുകാരനാക്കുക. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വരുത്തുക. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, പപ്പടം പോലുള്ള സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക, അച്ചാറ് പോലുള്ളവ പാടെ ഉപേക്ഷിക്കാനേ ഞാൻ പറയത്തുള്ളൂ, പാടെ ഉപേക്ഷിക്കുക. സാറ് പറഞ്ഞല്ലോ ഓട്സ് പോലുള്ള ഭക്ഷണങ്ങൾ, ഓട്സിനൊന്നും അധികം വിലയില്ല. നമ്മൾ ഈ വില കൊടുത്ത്, വലിയ വില കൊടുത്ത് 10-60 രൂപ കൊടുത്തിട്ട് അരിക്കൊക്കെ ഇപ്പൊ എത്ര രൂപ വരും? 60-ന് മുകളിൽ പോയില്ലേ? ഈ 60 രൂപ എടുക്കുന്ന സ്ഥാനത്ത് ഓട്സ് മേടിച്ചാൽ മതി. അരിയേക്കാളും നല്ല ഗുണമുണ്ട്. നമ്മൾ ചോറ് വെക്കുന്നതിൽ നല്ല ഗുണമുണ്ട്. വയറ് നിറഞ്ഞോളം തന്നെ നമുക്ക് തോന്നും. നമുക്ക് എന്താ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മുമ്പേ രാത്രി ചോറുണ്ടല്ലേ, രാത്രി വിശക്കോ എന്നുള്ളൊരു പേടിയാ. ആദ്യത്തെ 2 ദിവസം നമുക്ക് കാണത്തുള്ളൂ. ഒരു 6:30 ആകുമ്പോൾ കഴിച്ചു നോക്കി, 7 മണിയാകുമ്പോൾ കഴിച്ചു നോക്കി, ഒരു 9-9 ആകുമ്പോൾ നേരെ കയറി കിടക്കുക. വിശന്നാലും ഞാൻ എണീക്കത്തില്ലെന്ന് അങ്ങ് കിടന്നേക്കുക. ആദ്യത്തെ ഒരു ദിവസം ഇച്ചിരി വിശക്കും, 2-ാമത്തെ ദിവസം ഒരു കുറച്ച് ഒരു കുറവായിരിക്കും, 3-ാമത്തെ ദിവസം നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 10 ദിവസം നമ്മളൊരു കാര്യം അടുപ്പിച്ച് ചെയ്താൽ നമ്മളത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും, ഉറപ്പായിട്ടും. ഞാനത് പറയുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. 10 ദിവസം, മാക്സിമം 15 ദിവസം നിങ്ങൾ ആ ഒരു കാര്യം ചോദിക്കേ. രാവിലെ എല്ലാ ദിവസവും ഒരു 10 ദിവസം ഒരു 5 മണിയാകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ. 5-5:30 ആകുമ്പോൾ പിറ്റേ ദിവസം 11-ാം ദിവസം നമ്മൾ തന്നെ അറിയും. നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ക്ലോക്ക് നമ്മളെ ഉണർത്തും. അപ്പൊ ഈ ശീലങ്ങളെല്ലാം നമ്മുടെ ഇതുപോലെ ഒന്ന് 10 ദിവസം നിങ്ങളും ചെയ്ത് നോക്കിയേ. ഈ പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ചേ, പാടെ ഉപേക്ഷിച്ചേ, ഉപ്പിന്റെ അളവ് നന്നായിട്ട് കുറച്ചേ, വ്യായാമം കൂടുതൽ ചെയ്തേ, ചോറിന്റെ അളവ്, ചോറും കറിയും എന്നുള്ളത് കറിയും ചോറും ഒന്ന് ആക്കിക്കേ, എല്ലാം ഒന്ന് മാറ്റി നോക്കിക്കേ. ജീവിതത്തിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ വരും. എല്ലാം ചെയ്യുവോ? ഓക്കെ, ചെയ്യുമെന്നുള്ള വിശ്വാസത്തില് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. എൻ്റെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക്, നമ്മുടെ ഈ കുടുംബയോഗത്തിന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേര്? 40 പേര്, 10-40 പേരോളം ഉണ്ട്. ഈ 40 പേരിൽ ആർക്കെങ്കിലും എൻ്റെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ആ തട്ടിയ കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക. നമുക്ക് ആരോഗ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവത്തുള്ളൂ അല്ലേ? ആരോഗ്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മാത്രം ആരോഗ്യമല്ല, ശരീരത്തിന്റെ മനസ്സിന്റെയും എല്ലാത്തിന്റെയും ഉള്ള ഒരു ആകത്തുകയാണ്.
എല്ലാത്തിൻ്റെയും ക്ഷേമം വേണം നമുക്ക്. മാനസികമായിട്ടും നമുക്ക് ആരോഗ്യം വേണം, ശാരീരികമായിട്ട് ആരോഗ്യം വേണം, ആധ്യാത്മികമായിട്ടും നമുക്ക് ആരോഗ്യം വേണം, അല്ലേ? എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വ്യക്തി എന്നുള്ള വ്യക്തി നമുക്ക് പൂർണ്ണമാകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ മോക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ആത്മാവിനെ കുടികൊള്ളുന്ന ആ ശരീരത്തിന് അതിനുള്ളൊരു നമുക്കൊരു ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഈ കാര്യങ്ങൾ എല്ലാവരും ഓർമ്മ വെക്കുക. ഇനി ഇവിടുത്തെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പോകാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, മനസ്സിൽ വെക്കുക, വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ളവരോട് പറയുക. ചെറിയ ചെറിയ അറിവുകളൊന്ന് പറഞ്ഞാൽ മതി. ഷുഗറിന്റെയും ഈ പ്രഷറിന്റെയും കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, വേറെ ചേച്ചിമാരോടൊക്കെ പറയുക കേട്ടോ, ചേട്ടന്മാരോടൊക്കെ ഒന്ന് പറയുക കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റോ മറ്റോ നിങ്ങളോട് ഒന്ന് ക്ഷമിക്കുക. ഇനി അടുത്ത തവണ ഇതിൽ നന്നായിട്ട് പഠിച്ചു വരാം. ഓക്കെ, അതെ, ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണാൻ വരാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എനിക്ക് കണ്ടൊന്നും ഓർത്തില്ലെങ്കിലും ഒന്ന് പറയുക, അവിടെ ഒന്ന് വന്നായിരുന്നു എന്ന് പറയുക. കോട്ടയത്ത് ഞാനിപ്പോഴും കോട്ടയം ടൗണിൽ നമ്മളെ കഞ്ഞിക്കുഴി ആ ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും സഹായം, കിടപ്പ് രോഗികളായിട്ടുള്ള എന്തെങ്കിലും സഹായം, അതായത് ഇപ്പോൾ പറഞ്ഞ ഉപകരണങ്ങളായിക്കോട്ടെ, നേഴ്സിംഗ് ഹോം കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലിംഗ്, ഫിസിയോതെറാപ്പി, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ക്ലാസ് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടീസ് തരാം. നോട്ടീസ് ഇവിടെ വെച്ചേക്കാം. നിങ്ങൾ ചടങ്ങുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ നോട്ടീസിൽ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ നേഴ്സുമാർ അറ്റൻഡ് ചെയ്യും. അവർ പിറ്റേ ദിവസം നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും. ഓക്കെ, ശരി, എല്ലാവർക്കും നന്ദി.